6 ദിവസത്തിനിടയിൽ ഈ സഭ സമ്മേളിക്കുന്ന ഇതിനിടയിൽ 6 ദിവസത്തിനിടയിൽ 5 പോലീസുകാരാണ് സാർ ഈ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സേനയിലുണ്ടാകുന്ന സംഘർഷം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. എന്നാൽ സേനയിലുള്ള ചില പ്രശ്നങ്ങളും അവരുടെ സംഘർഷത്തിന് ചിലർക്കിടയാക്കിയിട്ടുണ്ട് എന്നതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 8 മണിക്കൂർ ജോലി നമുക്ക് പൂർണ്ണമായി നടപ്പാക്കാനായിട്ടില്ല. ചില സ്റ്റേഷനുകളിൽ ഇപ്പോൾ നടപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രാരംഭം കുറിച്ചിട്ടുണ്ട്. അത് കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പരിഷ്കൃത സമൂഹത്തിൽ 8 മണിക്കൂർ ജോലി എന്നിടത്തേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ നടത്തിയത്. ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിലില്ലാന്ന് അങ്ങേക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമോ? ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിലില്ലെന്ന്. സാർ, പോലീസിലെ ഹൈറാർക്കിയിലുള്ള മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ കേൾക്കുമോ? SP നിയന്ത്രിക്കുന്നത് ആരാ? നിങ്ങളെ ജില്ലാ കമ്മിറ്റികളല്ലേ? നിങ്ങളുടെ SHOമാരെ നിയന്ത്രിക്കുന്നത് ആരാ? ഏരിയ കമ്മിറ്റികളല്ലേ? സാർ, എത്രയോ സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായി, എത്രയോ സംഭവങ്ങൾ. നമസ്കാരം. നീതിപാലകരായ പോലീസുകാർ ആത്മശിക്ഷ വിധിക്കുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നത് ആശങ്കയോടെ നോക്കിക്കാണാൻ പറ്റൂ. ജോലി സമ്മർദ്ദം, മേലുദ്യോഗസ്ഥരുടെ പീഡനം, ഇതെല്ലാം ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന്റെ കാരണങ്ങളെന്ന് വിവിധ പഠന റിപ്പോർട്ടുകൾ തന്നെയുണ്ട്. സമ്മർദ്ദം കുറയ്ക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് DGP മുൻപ് തന്നെ. എന്നാൽ നടപടികൾ സർക്കുലറിൽ ഒതുങ്ങുന്നു എന്നതാണ് സമീപകാല യാഥാർത്ഥ്യവും തെളിയിക്കുന്നത്. ഒരാഴ്ചക്കിടെ മാത്രം 5 പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു. 5 വർഷത്തിനിടെ 88 പേർ എന്നതാണ് കണക്ക്. ജോലിയിൽ നിന്ന് സ്വയം വിരമിക്കുന്നവർ വേറെ. മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതുപോലെ യോഗ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണോ ഈ പ്രശ്നം? നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ന്യൂസ് ഈവനിങ്ങിലെ അതിഥികളായി പങ്കെടുക്കുന്നവർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീ ഉമേഷ് വള്ളിക്കുന്ന്, ശ്രീ TK രാജ്മോഹൻ റിട്ടയർഡ് SP, ശ്രീ CR ബിജു പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, ഒപ്പം ഡോക്ടർ സന്ദീഷ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേത്. ഞാൻ ആദ്യം പോകുന്നത് ശ്രീ ഉമേഷ് വള്ളിക്കുന്നിലേക്കാണ്. ശ്രീ ഉമേഷ്, താങ്കൾ ഇതിനോടകം തന്നെ, എൻ്റെ കണക്ക് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുക്കാം, 10ലേറെ തവണ വകുപ്പ് തല നടപടി നേരിട്ടിട്ടുണ്ട്. അത് പല പല വിഷയങ്ങളിലാണ്, പ്രതികരണത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. പല വിഷയങ്ങളിലും പ്രതികരിച്ചു എന്നൊക്കെയുള്ളത്. പരസ്യമായ പ്രതികരണം നടത്തുന്നു. ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിക്ക് പരസ്യമായി തന്നെ ചില കാര്യങ്ങളിൽ, അത് ഗുണ്ടാബന്ധം, പോലീസ് ഗുണ്ടാബന്ധത്തിലൊക്കെയുള്ള പ്രതികരണം അറിയിച്ചതിൽ ഗുരുതരമായ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള മെയിൽ അയക്കുന്നു എന്നൊക്കെയുള്ളതിലാണ് ഇപ്പോൾ നിലവിൽ സസ്പെൻഷനിലാണ്. താങ്കൾ ഇതിനോടകം പലതവണ സസ്പെൻഷൻ നടപടി നേരിട്ട ആൾ കൂടിയാണ്. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാചകം എടുത്തുകൊണ്ട് ഈ ചർച്ച ചെയ്യാൻ തുടങ്ങാം. പോലീസ് ഏറ്റവും ഗതികെട്ട കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് താങ്കൾ ഒരു കുറിപ്പിൽ കുറിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. ഇതെന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറയാനുള്ള കാരണം? താങ്കൾ സ്വന്തം അനുഭവം എന്നതിനപ്പുറത്തേക്ക് ഇതിന് താങ്കളെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഒട്ടേറെയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. എനിക്കിപ്പോൾ 20 വർഷത്തെ സർവീസായി. ഈ 20 വർഷത്തിനിടയിലെ ഏറ്റവും ഗതികെട്ടൊരു കാലത്തിലൂടെയാണ് ഞാൻ ജോലി ചെയ്യുന്ന പോലീസ് കടന്നു പോകുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ 82ലധികം മരണങ്ങളായി 5 വർഷത്തിനിടയെന്ന് പറയുന്നു. എന്നാൽ ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെ 6 ദിവസത്തിനിടയിൽ 5 പേര് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം കേരള പോലീസിലുണ്ടായി. 2 പോലീസുകാരെ കാണാതായി. ഇതേ സമയത്ത് തന്നെ 3 പോലീസുകാർ ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുമുണ്ട്. ഒരു കർഷക ആത്മഹത്യയോ ഒരു അധ്യാപകൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആത്മഹത്യ ഉണ്ടായിക്കഴിഞ്ഞാൽ ചർച്ച ചെയ്യുന്ന കേരളം അല്ലെങ്കിൽ അവരുടെ സംഘടനകൾ, പോലീസിൽ 6 ദിവസത്തിനിടെ 5 പേര് മരണപ്പെട്ടിട്ടും അതൊരു ചർച്ചയാവാത്ത സാഹചര്യത്തിൽ ആണ് ഞാൻ അതിനെക്കുറിച്ച് 5 പേർ 6 ദിവസത്തിനിടെ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുകയും പിന്നീട് അത് വാർത്തകളൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഏറ്റവും മോശപ്പെട്ടൊരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ വകുപ്പിന് മാത്രമായിട്ടൊരു മന്ത്രി ഇല്ലാത്തതിൻ്റെ പ്രശ്നം നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരുപാട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന തിരക്കിനിടയിലാണ് നമ്മുടെ വകുപ്പിനെ ശ്രദ്ധിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ മറുപടികൾ ശ്രദ്ധിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് കൃത്യമായൊരു ധാരണയില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തെ
ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 8 മണിക്കൂർ പോലീസിൽ 8 മണിക്കൂർ ഡ്യൂട്ടി ആരംഭിച്ചെന്ന് പറഞ്ഞു. അത് ആരംഭിച്ചിട്ട് വർഷങ്ങളായി. എന്നാൽ അത് എല്ലാ സ്റ്റേഷനിലും വ്യാപിക്കാനുള്ള ഒരു ശ്രമവും അടുത്ത കാലത്ത് നടന്നിട്ടില്ല. മാത്രമല്ല 8 മണിക്കൂറും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഡ്യൂട്ടി ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്ത ആറന്മുളയിൽ തന്നെ 24 മണിക്കൂറാണ് GD ഡ്യൂട്ടി. പണ്ട് ഏതോ വർഷം 12 മണിക്കൂറാക്കി GD ഡ്യൂട്ടി കുറച്ച കേരള പോലീസിൽ 24 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ 6 മണിക്കൂറും കൂടെ കഴിഞ്ഞ് 2 മണിക്ക് പോകാൻ പാടുള്ളൂ എന്ന് നമ്മുടെ CI ഗ്രൂപ്പിൽ പുള്ളിയുടെ ഉത്തരവിടുന്നു. അപ്പം അത്രയ്ക്ക് അതുപോലും ചോദ്യം ചെയ്യാൻ ആളില്ലാത്ത ഒരു സാഹചര്യം. നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ഒരു പ്രതിയെ ഇറക്കി വിടുന്നു. കഞ്ചാവ് വിൽപ്പനക്കാരനെ പ്രതിയെ CI ഇറക്കി വിടുന്നു. അദ്ദേഹത്തിനെതിരെ നടപടിയില്ല എന്ന് മാത്രമല്ല ആ സ്റ്റേഷനിൽ അതിൻ്റെ എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള സൗകര്യത്തിന് അദ്ദേഹത്തെ അവിടെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയൊക്കെ ഉൾപ്പെടുന്ന സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനെ ലീവ് അപേക്ഷിച്ചിട്ട് ലീവ് കൊടുക്കാതെ മെഡിക്കൽ അടിച്ചോളാൻ പറയുന്നു. മെഡിക്കൽ ലീവ് എടുത്തോളാം എന്ന് പറഞ്ഞ് പോയ പോലീസുകാരനെ ഒരു SHO പോയി തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും പീറ പോലീസുകാരൻ നിന്ന് വിളിക്കുകയും അയാളുടെ വാഹനത്തിൻ്റെ ചാവി ഉരുവയ്ക്കുകയും അയാൾ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഗേറ്റ് പൂട്ടി ആ പോലീസുകാരനെ അവിടെ ബന്ധിക്കുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഉൾപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ ബൈക്ക് ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ബൈക്ക് ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല. എന്നാലും ആ CI ഇപ്പോഴും SHO ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഒരു ചലനവും പോലീസ് സ്റ്റേഷൻ അത്രയും സംഘർഷങ്ങൾ ഉണ്ടായിട്ടും സംഘർഷാവസ്ഥ ഉണ്ടായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നടപടി ഉണ്ടാവാനോ നമ്മുടെ വേണ്ട രീതിയിൽ നടക്കുന്നില്ല. 6 മാസം മുമ്പ് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലുണ്ടായ ഒരു SHOയുടെ തെറിവിളി നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ വൈറലായിട്ടുണ്ട്. അപ്പം നിരന്തരമായി ഇത്തരം പ്രശ്നങ്ങളിടുകയും ഒരു ലീവിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഓഫിന് വേണ്ടി പോലീസുകാർ ഇത്രയും സംഘർഷങ്ങളിൽ അതെ, അതിന്റെ ഒരു വാർത്ത നമ്മൾ ഇന്നലെയാണ് ഈ മാധ്യമങ്ങളൊക്കെ നൽകിയത് ശ്രീ ഉമേഷ്. അത് താങ്കളും കണ്ടിട്ടുണ്ടാകും. അവധി ചോദിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നേരിടേണ്ടി വരുന്ന അതിക്രമം എന്നത് മേലുദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ താങ്കളിപ്പോൾ ഈ 2 ഘടകങ്ങളാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. അതിലൊന്ന് അമിത ജോലിഭാരം, മണിക്കൂറുകൾ നീളുന്ന ഡ്യൂട്ടി ടൈം എന്നുള്ളത്. 8 മണിക്കൂർ എന്നൊക്കെയുള്ളത് നടപ്പിലായിട്ടേ ഇല്ല. 17ഉം 18 മണിക്കൂറും ചിലപ്പോൾ 24 മണിക്കൂർ, അതിനുശേഷം വീണ്ടും അടുത്ത ദിവസം തുടർച്ചയായി ഡ്യൂട്ടി കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊപ്പം മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ തരത്തിലേക്കുള്ള പീഡനം, മോശം പെരുമാറ്റം, ഇങ്ങനെ ഈ പ്രധാനമായും ഈ 2 ഘടകങ്ങൾ ഇത് വളരെ ഏറെ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കിടയിൽ എന്നുള്ളതാണോ താങ്കളുടെ അനുഭവ സാക്ഷ്യം? തീർച്ചയായിട്ടും ഒരുപാട് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് സ്വന്തം ഇപ്പം എല്ലാവരും ജോലി ചെയ്യുന്നത് കുടുംബത്തിനും ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനാണല്ലോ. അപ്പോൾ ഈ കുടുംബമായിട്ട് ഇടപെടാൻ സാധിക്കാതെ വരുന്നു. പിന്നെ പോലീസിലെ മറ്റൊരു പ്രാകൃതമായിട്ടുള്ളൊരു ശിക്ഷാ നടപടിയാണ് നാടുകടത്തൽ. നമ്മൾ പണ്ട് ആൻഡമാനിലൊക്കെ നാടുകടത്തി എന്ന് പറഞ്ഞ പോലെ കണ്ണൂരിലെ പോലീസുകാരനെ ഇടുക്കിയിലേക്കും, ഇടുക്കിയിലുള്ള പോലീസുകാരനെ കണ്ണൂരേക്കും, പിന്നെ പത്തനംതിട്ടയ്ക്കും, അതായത് സ്വന്തം നാടുമായിട്ടോ കുടുംബമായിട്ടോ ബന്ധമില്ലാത്ത വിധം നാടുകടത്തുക. ഇത് ഒരു വർഷമൊക്കെ സഹിച്ചു നിന്നതിന് ശേഷമാണ് കണ്ണൂരിലെ പോലീസുകാരൻ ആത്മഹത്യക്ക് ശ്രമിച്ചത്. അദ്ദേഹം ഭാഗ്യം കൊണ്ട് ആരോ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ട ശേഷം അദ്ദേഹത്തെ ഇടുക്കിയിലേക്ക് മടക്കി കൊടുത്തു. അപ്പം ഇങ്ങനെ ഈ പ്രാകൃതമായ നടപടികൾ ഇപ്പോഴും തുടർന്നു വരുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ ഒരു 10 ദിവസത്തെ ലീവ് എൻ്റെ അക്കൗണ്ടിലുള്ള 20 വർഷത്തെ സർവീസിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അക്കൗണ്ടിലുള്ള 280-ലധികം ലീവുകളിൽ നിന്ന് വെറും 10 ദിവസത്തെ ലീവിന് ഞാൻ വെച്ച അപേക്ഷ CI ഫോർവേഡ് ചെയ്തില്ല. പിന്നെ എനിക്ക് തരുന്ന ലീവ് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിൽ നിന്ന് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോഴിക്കോടുള്ള എൻ്റെ വീട്ടിൽ വന്ന് തിരിച്ചു പോകാൻ തരുന്നത് ഒരൊറ്റ BH ആണ്. അതായത് ഞായറാഴ്ച രാവിലെ ഞാൻ അവിടെ നിന്ന് ട്രെയിനോ ബസ്സോ കയറി രാത്രി ഇവിടെ എത്തി അപ്പോൾ തന്നെ തിരിച്ചു പോയാലേ തിങ്കളാഴ്ച അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ട്. ആ ഡ്യൂട്ടിക്ക് തിരിച്ചെത്താൻ പറ്റും. എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു അവധിയാണ് അവിടെ നിന്ന് തരുന്നത്. തുടർന്നിട്ടാണ് ഞാൻ പിന്നെ നമ്മൾ മെഡിക്കൽ അവധിയിലൊക്കെ പോവുകയും ചെയ്തത്. മെഡിക്കൽ അവധി കഴിഞ്ഞ് ജോയിൻ ചെയ്തിട്ട് എൻ്റെ റിപ്പോർട്ടുകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും SP വാങ്ങി എന്നെ ജോയിൻ ചെയ്യിച്ചു. അതിനുശേഷം 1 മാസം കഴിഞ്ഞ് ശമ്പളം കിട്ടാഞ്ഞിട്ട് ഞാൻ ബന്ധപ്പെട്ട സെക്ഷൻ ക്ലർക്കിനെ വിളിച്ചപ്പോൾ സെക്ഷൻ ക്ലർക്ക് പറഞ്ഞത് SP ആ അപേക്ഷ പെൻഡിങ് വെക്കാൻ പറഞ്ഞതാണ്. അനധികൃതമായിട്ട് 48 ദിവസം വരെ ഞാൻ വിളിച്ചു, പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. ഇപ്പോഴും ശമ്പളം കിട്ടിയിട്ടില്ല. ഈ ലീവ് സെറ്റിൽ ചെയ്യാതെ ഇതിൻ്റെ ശമ്പളം എഴുതാതെ 2 മാസത്തോളം ഞാൻ പിന്നീട് ജോലി ചെയ്ത ശമ്പളം പോലും തരാതെ ഇപ്പോഴും തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ ഇപ്പം ഒരുപാട് പേര് സഹായിക്കാനും ഒരുപാട് സുഹൃത്തുക്കളും അതുപോലെ എൻ്റെ കുടുംബം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് കൊണ്ടൊക്കെയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ EMIകളും തെറ്റുന്നു, നമ്മുടെ എല്ലാ അടവുകളും നിൽക്കുന്നു, എല്ലാ ബാങ്കിൽ നിന്നും നമുക്ക് വിളി വരുന്നു, നമ്മുടെ സിബിൽ സ്കോർ പോകുന്നു, നമ്മൾ കടം വാങ്ങിച്ച പൈസ അടുത്ത മാസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടം വാങ്ങിച്ച പൈസ പോലും കൊടുക്കാൻ പോകുന്നു. ഈ സാഹചര്യത്തിൽ ഞാൻ ആത്മഹത്യ ചെയ്താൽ എന്തായിരിക്കും പോലീസിൻ്റെ കണ്ടെത്തൽ? സാമ്പത്തിക ബാധ്യത മൂലം
ഉമേഷ് യു എന്ന ആത്മഹത്യയായിരിക്കും കണ്ടെത്തുക. പക്ഷേ എന്താ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. അതാണ് ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ TK രാജ്മോഹൻ, വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലൂടെയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ നിയമസഭയിൽ തന്നെ ഇതിനു മുൻപ് വച്ചിട്ടുള്ള ചില കണക്കുകൾ പരിശോധിച്ചാൽ 2015 7, 2016 15 ആത്മഹത്യ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമസഭയിൽ വച്ച കണക്കാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. 2017 ആകുമ്പോൾ 14, 2018 13, 2019 18, 2020 10, 2021 8, 2022 20, അങ്ങനെ ഒരു 20 എന്നുള്ളതൊരു ശരാശരി കണക്ക് എന്ന തരത്തിലേക്കാണ്. അത് ദേശീയ ആത്മഹത്യാ നിരക്കിൻ്റെ ഇരട്ടിയിലധികമാണ് സർ. 2015 മുതൽ ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ കണക്ക് എന്നുള്ളത് എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഇതിനു മുൻപ് പല തവണ ഈ വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്നും ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടു PC വിഷ്ണുനാഥാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടുന്നത്. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തൊരു പോലീസ് ഓഫീസറുടെ ആത്മഹത്യാ കുറിപ്പ് വായിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്കൊക്കെ കൊണ്ടുവന്നത്. അത് പറയുന്നത് മക്കൾ നന്നായി പഠിക്കണം, പോലീസിലല്ലാതെ നല്ല ജോലി വാങ്ങണം എന്ന് തുടങ്ങിയുള്ളൊരു ആത്മഹത്യാ കുറിപ്പ്. ഇതൊരു പോലീസുകാരൻ പറയുന്നതാണ്. അപ്പോൾ ഇതായത് ഈ നാട്ടുകാരുടെ പരാതി കേൾക്കുന്ന, ഇന്നും പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യം തന്നെയാണിതും, നാട്ടുകാരുടെ പരാതി കേൾക്കുന്ന പോലീസുകാർ നീതിപാലകരാണ്. അവരുടെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. അവരുടെ പരാതി കേൾക്കാൻ ആര് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ശ്രീ TK രാജ്മോഹൻ? എത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ് ഇത്. വർഷങ്ങളായി നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇന്നും ഉന്നയിക്കുമ്പോഴും ഇതിനൊരു മാറ്റവുമില്ല. തീർച്ചയായിട്ടും കാരണം വളരെ ആശങ്കാജനകമാണ് കേരള പോലീസിന്റെ ഇന്നത്തെ ഈ പോക്ക്. കാരണം നമ്മൾ ദേശീയ ശരാശരിയുടെ മുകളിലാണ് നമ്മുടെ നിരക്കുകൾ, ആത്മഹത്യാ നിരക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നൊരു സ്റ്റഡി പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ ഉമേഷ് വള്ളിക്കുന്ന് പറഞ്ഞൊരു കാരണം അദ്ദേഹത്തിന്റെ കാരണമാണ്. അതല്ലാതെ പല കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇതിനെക്കുറിച്ചൊന്നും പഠിക്കാത്തത്, എന്താണ് സ്ഥായിയായ കാതലായ പ്രശ്നം, എന്താണ് ഈ പോലീസ് സേനകൾക്കിടയിൽ. അല്ലാതെ രാവിലെ വന്ന് സ്റ്റേഷനിൽ വന്ന് ഡ്യൂട്ടി ഡീറ്റെയിൽ ചെയ്ത് വാങ്ങിച്ച് സംഭവ സ്ഥലത്ത് പോയി അന്നത്തെ ലോ ആൻഡ് ഓർഡർ ഭംഗിയായി തീർത്ത് മടങ്ങി വന്ന് ആശ്വസിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോൾ കൂടുതലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ പണ്ടതൊക്കെ നല്ലതാണ്, ഇപ്പം മോശം എന്ന് പറയാൻ തയ്യാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് പോലീസ് സേനകത്തിലുള്ള പോലീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു വരുന്നു? കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പരസ്യമായിട്ട് ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഡ്യൂട്ടി ചെയ്യാൻ അദ്ദേഹത്തിന് വിമുഖതയാണ് ഇപ്പം. കാരണം അതിനിടെ ഞാനൊന്ന് ഇടപെട്ട് പറയട്ടെ ശ്രീ രാജ്മോഹൻ, ഈ പണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ 2001, 2005 കാലഘട്ടം ഏറ്റവും കൂടുതൽ കേരളത്തിൽ പോലീസുകാർ ആത്മഹത്യ ചെയ്ത ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പഴയ അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മൊത്തത്തിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ഫോഴ്സിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, കാതലായ പ്രശ്നം എന്താണെന്നും അത് ഇതുവരെ ആരും അഡ്രസ് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അഥവാ വല്ലവരും പഠിക്കാൻ തയ്യാറാൻ തൊലിപ്പുറത്തുള്ള ഒരു ട്രീറ്റ്മെന്റ് മാറി തൽക്കാലം അവിടെ ഓട്ട അടക്കുകയാണ്. അതല്ല വേണ്ടത്. കാരണം നമ്മുടെ പോലീസിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലുണ്ട്, അതുപോലെ പോലീസിനകത്തുണ്ട്. അപ്പൊ പോലീസിനകത്തുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ്. കാരണം ഇത് പോലീസ് ജോലി എന്ന് പറഞ്ഞാൽ സമ്മർദ്ദ ജോലി തന്നെയാണ്. അല്ലാതെ സ്കൂൾ വാദ്യാരന്മാരോ അല്ലെങ്കിൽ വേറെ ക്ലർക്കൽമാർ പോസ്റ്റ് അല്ല, അത് സമ്മർദ്ദമുള്ള ജോലി തന്നെയാണ്. അപ്പൊ സമ്മർദ്ദത്തിലുള്ള ജോലി നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ സമ്മർദ്ദം എങ്ങനെ ലഘൂകരിക്കാൻ പറ്റും, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഈ സമ്മർദ്ദത്തിന് രക്ഷപ്പെട്ടുള്ള ഒരു പോലീസ് ജോലി ചെയ്യാൻ പറ്റൂല. കാരണം പോലീസിന്റെ വർക്ക് വളരെ സ്ട്രെസ്സാണ്, ഒരുപാട് ഇഷ്യൂസ്. കാരണം 24 hours ജോലി ചെയ്യേണ്ട വകുപ്പാണ്. കൂടാതെ എന്തൊക്കെ സംഭവങ്ങൾ ആരൊക്കെ വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. രാവിലെ മുതൽ വൈകുന്നേരം എന്ത് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ സമ്മർദ്ദമുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ആ സമ്മർദ്ദത്തിനെ എങ്ങനെ ലഘൂകരിക്കാം, അതാണ് ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കേണ്ടത്. അതിപ്പോഴാരും ആലോചിക്കുന്നില്ല. അതിന് ഒരു പ്രധാന കാരണം ആ സമ്മർദ്ദം കുറെ കൂടി എങ്ങനെ കൂട്ടിക്കൊടുക്കാമെന്ന തരത്തിലേക്കല്ലേ നിലവിലെ സാഹചര്യങ്ങൾ. ഇപ്പോൾ ഉമേഷ് ചൂണ്ടിക്കാട്ടിയതാണെങ്കിലും ഇപ്പൊ നമ്മുടെ മുമ്പിലൊക്കെയുള്ള ഒട്ടേറെ സംഭവങ്ങൾ പരിശോധിച്ചാലും മേലധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്താണ്? കൂടാതെ ഈ ജോലി സമ്മർദ്ദം, താങ്കൾ പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ജോലിയാണ് നമുക്കറിയാം. പക്ഷേ അതുപോലും കൂടുതൽ മണിക്കൂറുകൾ എന്ന തരത്തിലേക്ക് ഒരു തരത്തിലും നിയന്ത്രണമില്ലാതെ 17, 18 മണിക്കൂറുകളൊക്കെ തുടർച്ചയായി ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യം വരുന്നു. എല്ലാ ദിവസവും ആ തരത്തിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സമ്മർദ്ദം കുറെ കൂടി വർദ്ധിച്ച് അതിന്റെ എല്ലാ ലെവലുകളും കടന്നു പോകുന്ന അവസ്ഥയിലേക്കല്ലേ എത്തുന്നത്? അല്ല, അതിന് പല കാരണങ്ങളുണ്ട്. പ്രധാന കാരണം ആൾബലം. ഇതിന്റെ പോലീസിന്റെ ഫോഴ്സിന്റെ കുഴപ്പം. കാരണം നമ്മളെ ഫോഴ്സിൽ എണ്ണം കുറവാണ്.
പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറയും. ഇപ്പൊ ഒരു പുതിയ ഫോഴ്സ് ഉണ്ടാകും, അല്ല പുതിയൊരു സ്ക്വാഡ് ഉണ്ടാകും. ഞാൻ അതിലേക്ക് വരാം സർ, ഞാൻ അതിലേക്ക് വരാം. പക്ഷെ അതിനു മുൻപായി ഇപ്പോൾ നിലവിൽ ഇതിനായുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നുണ്ടോ? താങ്കളുടെ അനുഭവം എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, ഈ നിയമസഭയിൽ പലപ്പോഴും ഇത്തരത്തിലേക്കൊക്കെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്, അതിന് മുഖ്യമന്ത്രി മറുപടി നൽകുന്നുണ്ട്. ഇപ്പോൾ 2019 തന്നെ പലതവണ, ഒന്നിലേറെ തവണ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. പാറക്കൽ അബ്ദുള്ള, അതുപോലെ VS ശിവകുമാർ ഒക്കെ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതിൻ്റെ രേഖകളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, ഈ പാറക്കൽ അബ്ദുള്ളയൊക്കെ ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കണക്കുകളെക്കുറിച്ചൊക്കെ താങ്കളുടെ ശ്രദ്ധയിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അതുകൂടാതെ അമിത ജോലി ഭാരം, മേലുദ്യോഗസ്ഥരുടെ അധികാര പ്രവണത എന്നിവ സൃഷ്ടിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദം കാരണമാകുന്നുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള കാരണമൊന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ജോലിസ്ഥലത്തെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ, സ്ട്രെസ് കുറയ്ക്കാൻ ഹാറ്റ്സ്, അതായത് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് മുഖേന കൗൺസിലിംഗ് നടത്തുന്നുണ്ട് എന്നുള്ള മറുപടി. അതിനുശേഷം പിന്നീടും നിയമസഭയിൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതേ മറുപടി തന്നെയാണ് കൊടുക്കുന്നത്. പോലീസ് സേവനം സേനാ വിഭാഗത്തിന് പുറത്തുള്ള സമിതിക്ക് രൂപം നൽകുമോ മാനസിക സമ്മർദ്ദം പരിഹരിക്കാൻ എന്ന ചോദ്യത്തിന് നിലവിൽ അത് പരിഗണിക്കില്ല. പക്ഷേ മേലുദ്യോഗസ്ഥർ കീഴ് ജീവനക്കാരുടെ പ്രശ്നം മനസ്സിലാക്കി അവർക്ക് മാനസിക പിന്തുണ നൽകാൻ സംവിധാനമുണ്ട്, അതാണ് ഏറ്റവും ഉചിതം. ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ നൽകുന്നുണ്ട്. കൂടാതെ ഇതിനു മുൻപ് DGP സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത് നമുക്കറിയാം, മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നല്ല പെരുമാറ്റം ഉണ്ടാവണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിലൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നത് താങ്കളുടെ അനുഭവം എന്താണ്? താങ്കൾ തീർച്ചയായും അതിൽ ശ്രദ്ധ വച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഈ സർക്കുലർ ഇറക്കുക, അല്ലെങ്കിൽ യോഗ കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതല്ല ഇതിന്റെ റൂട്ട് കോസ് അതൊന്നും അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, പല കാരണങ്ങളുണ്ട്. ഒരു കാരണമാണ് ആൾബലം, വേറെ ഇതിന് ഡിസിപ്ലിന്റെ കുഴപ്പം, ഇപ്പോഴുള്ള പോലീസിന്റെ സിസ്റ്റത്തിന്റെ കുഴപ്പം, അല്ലെങ്കിൽ ഡ്യൂട്ടി ഡീറ്റെയിൽ ചെയ്യുന്ന കുഴപ്പം, അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം നമുക്ക്. ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷന്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മണിക്കാണ്, എത്ര മണിക്ക് ആൾക്കാർ വരുന്നു, ഈ ഡിസിപ്ലിൻ പാലിക്കുന്നുണ്ടോ, അവർ പ്രോപ്പറായിട്ട് പരേഡ് നടത്തുന്നുണ്ടോ, പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ആൾബലമാണ്. ഇവിടെ പോലീസിനകത്ത് നമ്മുടെ സ്ട്രെങ്ത് വളരെ വളരെ കുറവാണ് എന്ന് മാത്രമല്ല, നമ്മൾ പുതുതായിട്ട് ഒരു പിങ്ക് പോലീസ് ഉണ്ടാക്കിയ കുറെ ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് ആളെടുത്ത് ഒരു പുതിയ പിങ്ക് പോലീസ് ഉണ്ടാക്കും. ഇന്ന് ഞാൻ പറയാം, 1400 പോലീസുകാരുടെ ഷോർട്ടേജ് ഉണ്ടെന്നാണ് പറയുന്നത്. 1400 പോലീസുകാർ എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ 1400 പോലീസുകാരെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, AR എന്നോ എവിടെന്നെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ PSCയിലെ പുതിയ റിക്രൂട്ട്മെന്റ് 1400 ആൾ അന്ന് തന്നെ വരണ്ടേ? അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും. ഇപ്പോഴ് 1990 ഒരു ഫോഴ്സ് വെച്ചിട്ടാണ് കാലിക്കറ്റിലത്തെ ട്രാഫിക് ഫോഴ്സ് മുന്നോട്ട് പോകുന്നത്. 1990 ഫോഴ്സ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 1990 പറഞ്ഞാൽ ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞു? അതിനുശേഷം അവിടെ ഫോഴ്സ് ഇല്ല, എവിടെ ഡ്യൂട്ടി ചെയ്യും? അപ്പൊ നമ്മൾ അതേസമയം ബാഹുല്യം, വാഹനത്തിന് ബാഹുല്യം, അതുപോലെയുള്ള കേസുകൾ ബാഹുല്യം, ജനങ്ങളുടെ ബാഹുല്യം. അപ്പൊ ഇതൊന്നും ആരും പഠിക്കുന്നില്ല. എന്തുകൊണ്ട് ഗവൺമെന്റ് ഓഫ് കേരള ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നില്ല? എന്താണ് പ്രശ്നം എന്തെന്ന് പഠിക്കുന്നില്ല. ഇവിടെ അസോസിയേഷൻ ആൾക്കാരുണ്ട്, ഇവിടെ മേലുദ്യോഗസ്ഥന്മാരുണ്ട്, ഇവിടെ കീഴുദ്യോഗസ്ഥന്മാരുണ്ട്, സംസാരിക്കുന്ന പൊതുസമൂഹമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യാത്തത്? അതാണ് അതിനുള്ള മറുപടി എന്താണ്? ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ CR ബിജു, ഇപ്പോൾ ഈ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഇന്നോ ഇന്നലെയോ കേൾക്കാൻ തുടങ്ങിയതല്ല, അതിനും എത്രയോ കാലം മുൻപ് കേൾക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ പോലീസ് അസോസിയേഷൻ ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെട്ടിട്ടുണ്ട്? ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇന്ന് ജൂലൈ 1 ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. കേരളത്തിലെ IPC CRPC എവിഡൻസ് ആക്ട് അടക്കം മാറി പുതിയ നിയമം പ്രാബല്യത്തിൽ വന്ന ഈ ദിവസം തന്നെ കേരളത്തിൽ സ്വാഭാവികമായി എക്കാലവും വിമർശനങ്ങൾക്ക് മാത്രം വിധേയമായിക്കൊണ്ടിരിക്കുന്ന പോലീസിനെ ആ വിമർശിക്കുന്ന കൂട്ടർ തന്നെ കൃത്യമായി സംരക്ഷിക്കുന്ന തലത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് ഈ ദിവസത്തെ കൊണ്ടുവന്നു എന്നത് വളരെ ഹൃദയപൂർവ്വം ഞങ്ങൾ അംഗീകരിക്കുകയാണ്. കാരണം നിയമസഭയുടെ അടിയന്തര പ്രമേയങ്ങളും ചർച്ചാവേദികളും എല്ലാം ഏത് കാലഘട്ടത്തിലായാലും കൊണ്ടുവരുന്നത് പോലീസിനെ വിമർശിക്കാനാണെങ്കിൽ ഇന്ന് കേരളത്തിലെ പോലീസ് സമൂഹം അനുഭവിക്കുന്ന വേദനകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദിയായി നിയമസഭ മാറുന്ന സാഹചര്യം വന്നു. അതോടൊപ്പം മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്ന സാഹചര്യം വന്നു എന്നതും സന്തോഷകരമാണ്. തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ തൊലിപ്പുറത്തെ ചികിത്സ എന്നതിനപ്പുറം അടിസ്ഥാനപരമായി ഇത്തരം മേഖലയിലെ പ്രശ്നങ്ങൾ എന്ത് എന്ന് പഠിച്ച് അതിനനുസൃതമായ ഒരു പരിഹാരം കണ്ടെത്തുവാനുള്ള നടപടികളിലേക്കാണ് വരേണ്ടതെന്ന കാഴ്ചപ്പാടാണ് പോലീസ് സംഘടനകൾക്കുള്ളത്.
ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പല രംഗങ്ങളിലും പോലീസ് സംഘടനകളുടെ പ്രതികരണം വരുന്നില്ല എന്ന ആക്ഷേപമടക്കം ഈ ചർച്ചയിലടക്കം മുഴങ്ങി വന്നതിന്റെ ഭാഗമായി കൂടി സൂചിപ്പിക്കട്ടെ. മറ്റു മേഖലകളിലെ തൊഴിലാളി സംഘടനകൾ പോലെ ഒരു ട്രേഡ് യൂണിയൻ ശൈലിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളല്ല പോലീസിൽ പ്രവർത്തിക്കുന്നത്. ഒരു സേനയിലെ സംഘടന എന്ന നിലയിലുള്ള പരിമിതമായ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ഒരുപക്ഷെ പരസ്യമായ വേദികളിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ചർച്ചാവേദികളും ഗവൺമെന്റുമായിട്ടുള്ള ചർച്ചാവേദികളിലും എല്ലാം തന്നെ പോലീസുകാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ശക്തമായി അവതരിപ്പിച്ചുകൊണ്ട് ജീവനക്കാരുടെ വിഷയങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടു പോരുന്നുണ്ട് എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആത്മഹത്യകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ചർച്ചയിൽ സൂചിപ്പിക്കാനുള്ളത് ആത്മഹത്യ ചെയ്തവരുടെ വിഷയങ്ങളെക്കാൾ അപ്പുറം ആത്മഹത്യാ സാഹചര്യങ്ങളിൽ നിന്ന് അത്ഭുതകരമായി അതിൽ നിന്ന് മാറി ഇന്നും ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചടക്കം നമ്മൾ ചർച്ച ചെയ്യപ്പെടണമെന്നുള്ളതാണ്. ആ രൂപത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആത്മഹത്യകളിൽ ഏറ്റവും, നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും, ഏറ്റവും വേദനയുണ്ടാക്കിയ ഒരു ആത്മഹത്യ, യഥാർത്ഥത്തിൽ ഒരു മാനസിക സമ്മർദ്ദം ഔദ്യോഗിക ജോലിയുടെ ഭാഗമായി അനുഭവിച്ച് ആത്മഹത്യ ചെയ്യപ്പെട്ടത് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ആയിരുന്ന ശ്രീ ഹരികുമാർ സാറായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെയും എല്ലാം അന്യായമായൊരു കുറ്റം അദ്ദേഹത്തിന്റെ തലയിൽ ചാർത്തി വച്ച് നടത്തിയ വലിയ പ്രചരണം അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലൂടെ അവസാനിക്കപ്പെടുകയും ആ കേസിന്റെ അന്വേഷണത്തിൽ കൃത്യമായി അത് അദ്ദേഹത്തിന്റെ ഭാഗത്തെ വീഴ്ചയല്ല എന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം തന്നെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്, ഒരു മാസമായിട്ടില്ല കോഴിക്കോട് പന്തീരങ്കാവിലുണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇരയുടെ മൊഴിക്കനുസരിച്ച് കേസെടുത്തിട്ടില്ല എന്ന ആക്ഷേപം വല്ലാണ്ട് ഉയർത്തിക്കൊണ്ട് അത് സമസ്ത മേഖലകളിലും ഇപ്പോൾ പ്രണയിക്കുന്നവരടക്കം ഉയർത്തിക്കൊണ്ടൊരു വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ആ ഉദ്യോഗസ്ഥൻ, അവിടുത്തെ SHO സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. പക്ഷെ താമസിയാതെ നമ്മൾ കേട്ടതെന്താ, ആ ഇരയുടെ തന്നെ വെളിപ്പെടുത്തൽ വന്നു, ഇത് വസ്തുതയല്ലെന്നും ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നും. അവരൊരുമിച്ച് വീണ്ടും കല്യാണം കഴിക്കുന്ന രൂപത്തിൽ താമസിക്കുന്നു. ആ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് ആ ഇരയും അതിൽ ആരോപണ വിധേയനായ പ്രതിയും ഒരുമിച്ച് കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആർക്കാണ് നഷ്ടമുണ്ടായത്? യാതൊരു വീഴ്ചയും സംഭവിക്കാത്ത ആ പന്തീരങ്കാവ് IP പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് ആ ഒരു സാഹചര്യം കൊണ്ട് ചെന്നെത്തിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല എന്നുള്ളത് അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ അതിന്റെ കരുത്തും ആർജവവും ഉണ്ട് എന്നതിന്റെ ഒരു വിളിച്ചറിയിക്കലാണ് എന്നുകൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പോലീസ് സംവിധാനത്തിൽ അംഗബലം കുറവാണ്. ഈ നാട്ടിലെ കുറ്റകൃത്യങ്ങളുടെ രീതിക്കും കുറ്റാന്വേഷണ രീതികൾക്കും അനുസരിച്ചുള്ള അംഗബലത്തിലേക്ക് ഇരട്ടി അംഗസംഖ്യ ഉണ്ടായാൽ പോലും സഫീഷ്യന്റ് ആകില്ല എന്നൊരവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് സംവിധാനമാണ് നമ്മുടേത്. പക്ഷേ കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഒരു കണക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് 62,000-ത്തോളത്തിൽ താഴെ മാത്രം പോലീസ് ഉദ്യോഗസ്ഥരുള്ള കേരളത്തിൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് 6,800 പുതിയ തസ്തികകൾ പോലും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പുതിയ തസ്തിക എന്ന് പറഞ്ഞാൽ 10%-ലേറെയാണ്. പക്ഷെ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തസ്തിക പോലും ബേസിക് പോലീസിംഗിന് ഒരു പക്ഷേ സഫീഷ്യന്റായി മാറുന്നില്ല, അതിന് ഗുണപ്പെടുന്നില്ല എന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. കുറ്റകൃത്യങ്ങളുടെ രൂപം മാറി, കുറ്റവാളികളുടെ രീതി മാറി. ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അന്വേഷിക്കേണ്ട പോലീസ് സംവിധാനം, ആ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ബാക്കി എല്ലാ ജോലികൾക്കും നിയോഗിക്കപ്പെടുന്നത് എന്നൊരു പൊതു സാഹചര്യം. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ യഥാർത്ഥത്തിൽ ഒരു ബാലെ ട്രൂപ്പിന്റെ അവസ്ഥയിലാണ്. ഒരു വലിയ ബാലയെ അവതരിപ്പിക്കുന്ന, കലാരൂപം അവതരിപ്പിക്കുന്നവർ ഒരു 8 പേരോ 10 പേരോ മാത്രമാണ് ഉണ്ടാവുക. പക്ഷെ ആ സ്റ്റേജിൽ നമ്മൾ 10-32 കഥാപാത്രങ്ങളെ കണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെ നാമമാത്രമായ അംഗബലം വെച്ചുകൊണ്ട് ഇത്രയേറെ ജോലി ചെയ്യേണ്ടി വരുന്നവർ, ആ ജോലിയുടെ രീതിയിൽ പണ്ട് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലം നിങ്ങളൊന്ന് പരിശോധിക്കൂ. ഒരു മോഷണം സംഭവിച്ചാൽ ആ മോഷ്ടാവ് ആ ഗ്രാമത്തിലുള്ള ഇന്നയാളാണെന്ന് ഗ്രാമീണർക്കടക്കം പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷെ ഇന്ന് കേരളത്തിൽ നടക്കുന്ന മോഷണങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിന് പുറത്തുനിന്നടക്കം നമ്മുടെ സിനിമാ സംവിധായകൻ ജോഷിയുടെ വീട് മോഷണം നടത്തിയ ആൾ എവിടെ നിന്നാണ് വന്നത് നമുക്കറിയാമല്ലോ. ആ ചുറ്റുവട്ടത്ത് നടന്ന് അന്വേഷിച്ച് പ്രതിയെ പിടിക്കുന്ന സാഹചര്യം മാറി. കേരളത്തിനകത്ത് മാത്രമല്ല ഇന്ത്യയാകെ സഞ്ചരിച്ച് ഒരുപക്ഷെ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടടക്കം പ്രതികളെ കൊണ്ടുവരേണ്ട രീതിയിലേക്ക് കുറ്റകൃത്യങ്ങളുടെയും രീതികളും എല്ലാം മാറിയിരിക്കുന്നു. പക്ഷെ അതിനനുസരിച്ച് അംഗബലം ഉണ്ടായിട്ടില്ല. ഒറ്റ മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ എത്തിച്ചേരേണ്ട സ്ഥലത്തല്ല അവരുള്ളത്. അത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം പോകുന്ന സാഹചര്യം, ഓരോരോ സമര രീതികൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ നേരിടാൻ നിയോഗിക്കപ്പെടേണ്ട പോലീസ് വിഭാഗം അതിനനുസരിച്ച് തൊഴിൽ സാഹചര്യത്തിൽ വന്ന മാറ്റത്തിനനുസരിച്ച്, ടെക്നോളജിയിൽ വന്ന മാറ്റത്തിനനുസരിച്ച് ഹൈടെക് കുറ്റകൃത്യങ്ങളിലേക്ക് മാറിയ സാഹചര്യത്തിലടക്കം പോലീസ് സംവിധാനം ഇന്നും പഴയ അംഗബലത്തിൽ കടന്ന് വല്ലാത്ത കഷ്ടപ്പാട് അനുഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൽ അസോസിയേഷന്റെ ഇടപെടൽ എങ്ങനെ ഉണ്ടായിട്ടുണ്ട് ശ്രീ CR ബിജു? കാരണം ഇപ്പോ ഇതിൽ ഈ ആൾക്ഷാമം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇവിടെ നമ്മൾ സംസാരിച്ച എല്ലാ അതിഥികളും ചൂണ്ടിക്കാണിക്കുകയാണ്, താങ്കൾ ഉൾപ്പെടെയുള്ളവർ.
ഇതിലൊക്കെ എന്ത് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്? CPO റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിലുണ്ടായ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത മാനസിക പീഡനം എന്നുള്ളത്, അത് ലീവ് ലഭിക്കാൻ വേണ്ടി പോലും അവർ ഏത് തരത്തിലേക്കാണ് കേണപേക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന മറുപടികൾ ആക്രമണം ഉണ്ടാവുകയാണ്. ഇന്നലെ താങ്കൾ അത് അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വാർത്ത നമ്മൾ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ലീവ് ലഭിക്കാൻ വേണ്ടി എങ്ങനെയാണ് തൻ്റെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സമീപിക്കുന്നതെന്നും തിരിച്ചു വന്ന പ്രതികരണം എന്താണ് എന്നും. അപ്പോൾ ഈ കണക്കുകൾ, നിയമസഭയിൽ വെച്ച കണക്കുകൾ അടക്കം പരിശോധിച്ചാൽ ശരാശരി 20 എന്ന തരത്തിലേക്ക് ഒരു വർഷത്തെ കണക്ക് വരികയാണ്. ഇപ്പോഴും അതിന് മാറ്റമില്ല. അപ്പോൾ എന്താണ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഇടപെടൽ? മുഖ്യമന്ത്രി ഓരോ തവണയും പറയുന്നത് ഇതിന് കൃത്യമായ നടപടികളുണ്ട്. DGPയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ സർക്കുലർ ഇറക്കുന്നു, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ഇറക്കിക്കൊണ്ടൊക്കെയുള്ള സർക്കുലറാണ് DGP പുറത്തിറക്കിയിട്ടുള്ളത് ഇതിനു മുൻപ്. അതൊക്കെ ഫലം കണ്ടിട്ടുണ്ടോ ശ്രീ CR ബിജു? അതായത് ഇത്തരമൊരു ചർച്ചയിൽ പോലീസ് സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ അഭിപ്രായങ്ങളോടുള്ള അഭിപ്രായമല്ല, സംഘടനയുടെ അഭിപ്രായം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ പോലീസിലെ CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചു. കേരളത്തിലെ പോലീസ് CPO റാങ്ക് ലിസ്റ്റ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വ്യക്തമായ ഇടപെടലുകൾ പോലീസ് സംഘടനകൾ നടത്തിയതിനൊപ്പം ഗവൺമെന്റ് സഞ്ചരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ കഴിഞ്ഞ ഏപ്രിൽ 12-ാം തീയതി കാലാവധി പൂർത്തിയായ CPO റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞപ്പോ 13-ാം തീയതി തന്നെ പുതിയ ലിസ്റ്റ് വീണ്ടും റിക്രൂട്ട്മെന്റിന് വേണ്ടി നിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. നിലവിൽ കേരള പോലീസിൽ അനുവദിക്കപ്പെട്ട അംഗസംഖ്യയുടെ പരിപൂർണമായ വേക്കൻസി ഫില്ല് ചെയ്തു എന്ന് മാത്രമല്ല 1200 RTPCസിന്റെ റിക്രൂട്ട്സിന്റെ പോസ്റ്റ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനുശേഷം വരുന്ന 1200 ഒഴിവുകൾക്ക് കൂടി അധികമായി ആളെ എടുത്ത് പരിശീലനം നൽകുന്ന രീതിയിലേക്ക് പോലീസ് മാറിയിട്ടുണ്ട്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന പെൻഷൻ വളരെ ശാസ്ത്രീയമായി അക്കാര്യത്തിൽ ഇടപെടാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ തന്നെ തെളിവുള്ളതാണ്. മെയ് 31-ലാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് കേരളത്തിലുണ്ടായത്. ആ സമയത്ത് തന്നെയാണ് കേരളത്തിൽ 2000-ഓളം പോലീസുകാർ ട്രെയിനിങ് കഴിഞ്ഞ് പാസിംഗ് ഔട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സാഹചര്യം വന്നിട്ടുള്ളത്. അവർക്ക് പകരം ബറ്റാലിയനിൽ നിന്ന് ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ഓർഡറുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ആ രൂപത്തിൽ വലിയ മാറ്റം ആ രംഗത്തുണ്ടായിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടർമാരുടെ റാങ്ക് ലിസ്റ്റ് ഈ കഴിഞ്ഞ ജൂൺ 6-ന് മെയ് 6-ന് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയായി. PSC 7-ാം തീയതി പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെട്ടു. നിലവിലുള്ള വേക്കൻസികളിലേക്ക് പരിപൂർണമായും അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രെയിനിങ് സംവിധാനത്തിലെ ട്രെയിനിങ്ങിന്റെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പൊ പാസിംഗ് ഔട്ട് കഴിഞ്ഞു, പുതിയ ബാച്ചിന്റെ ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. നിലവിലുള്ള വേക്കൻസിയിൽ ഒഴിവുമില്ല, 0 വേക്കൻസിയാണ്. അവിടെ അല്ല പ്രശ്നം. വേക്കൻസി ഒന്നും ഒഴിഞ്ഞു കിടക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യം. എന്റെ കയ്യിൽ ഒരു കണക്കുണ്ട്, അത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ഞാൻ ആ കണക്ക് കൂടി താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അല്ല, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അതായത് ഇപ്പോൾ നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് 564 പോലീസ് സ്റ്റേഷനുകൾ ഉള്ളതിൽ 80 എണ്ണം പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉള്ളതാണ്. ബാക്കിയുള്ള 484 പോലീസ് സ്റ്റേഷനുകളിൽ 21,488 പോലീസുകാർ മാത്രമാണുള്ളത്. അതായത് ഒരു സ്റ്റേഷനിൽ ഒരേ സമയം 59 പോലീസുകാർ വേണ്ടിയെടുത്ത് ശരാശരി 47 പേർ മാത്രമാണുള്ളത്. അപ്പോൾ ഈ ആത്മഹത്യക്ക് കാരണമാകുന്നതിന് ഒരു കാരണം വിശ്രമരഹിതമായ തൊഴിൽ, കൂടാതെ മാനസിക സമ്മർദ്ദം, അത് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ളത്. അങ്ങനെ കൂടാതെ ജോലിയിൽ അവർക്കിങ്ങനെ തുടർച്ചയായി ജോലി ചെയ്യുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന സ്ട്രെസ് എന്നുള്ളത്. 18 മണിക്കൂർ വരെ ഷിഫ്റ്റിൽ തൊഴിലെടുക്കുന്ന പോലീസുകാർ. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ദിവസമൊക്കെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഇടപെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആത്മഹത്യയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഇടപെടലാണ്. അപ്പോൾ ഇതിലൊരു വേക്കൻസി പോലും ഫില്ല് ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഈ കണക്കുകൾ ഒക്കെ കാണിക്കുന്നത് എന്താണ്? ആ കണക്ക് തെറ്റാണെങ്കിൽ താങ്കൾക്കത് പറയാം. അതായത് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തന്നെ പുറത്തുവിട്ട കണക്കിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അനുജാമ്മയുടെ ഇവിടെ സൂചിപ്പിച്ചത്. നിലവിൽ കേരള പോലീസിലേക്ക് നിയമനം നടത്തണമെങ്കിൽ അനുവദിക്കപ്പെട്ട അംഗസംഖ്യയിലേക്കേ പറ്റൂ. സാങ്ഷൻഡ് പോസ്റ്റിൽ പരിപൂർണമായ നിയമനം നടത്തിയിട്ടുണ്ട്. അതിൽ 59 പേർ മിനിമം വേണം എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു സ്റ്റേഷനിൽ നടക്കേണ്ട മിനിമം ജോലി ചെയ്യാൻ അത്രയും പേര് വേണം. അത് ശരാശരി 44 പേരേ ഉള്ളൂ എന്നുള്ളതാണ്. കേരളത്തിലെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ 192 പേരുണ്ട് സാങ്ഷൻഡ് പോസ്റ്റിൽ. എന്നാൽ ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നമ്മുടെ അയിരൂർ പോലീസ് സ്റ്റേഷൻ, തിരുവനന്തപുരം റൂറൽ, അവിടെ ഇൻസ്പെക്ടർ SHO അടക്കം ആകെ ഉള്ളത് വെറും 19 പേരാണ്.
ആ രൂപത്തിൽ ഓരോ ഏറ്റക്കുറച്ചിലുകളിലൂടെയാണ് പോലീസ് സ്റ്റേഷനിലെ അംഗബലം നിലനിൽക്കുന്നത്. പക്ഷേ ഈ സാങ്ഷൻഡ് പോസ്റ്റ് വർദ്ധിപ്പിച്ചാലേ അധികമായി നിയമനം നടത്താൻ കഴിയൂ. സാങ്ഷൻഡ് പോസ്റ്റ് വർദ്ധിപ്പിക്കണമെന്നതാണ് കാലങ്ങളായി നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഡിമാൻഡ്. അതിൽ ഏകദേശം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6800ഓളം അധിക തസ്തിക ക്രിയേറ്റ് ചെയ്ത് നിയമനം നടത്തുന്ന സാഹചര്യവും കേരളത്തിന്റെ ചരിത്രത്തിൽ എടുത്ത് പരിശോധിച്ചാൽ ഇത്രയേറെ എണ്ണം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു കാലം ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ അതും സഫീഷ്യന്റ് ആയി വന്നിട്ടില്ല. അടിസ്ഥാനപരമായ അംഗസംഖ്യാ വർധന ഉണ്ടാകേണ്ടത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലാണ്. ആ പോലീസ് സ്റ്റേഷനുകളുടെ ജോലിക്കനുസരിച്ചുള്ള സഫീഷ്യന്റ് അംഗസംഖ്യ അനുവദിച്ചുകൊണ്ട് മാനസികമായി റിലാക്സ് ചെയ്ത് അവനവന് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ ഒരു പക്ഷേ പോലീസിലെ മാനസിക പിരിമുറക്കം കുറയ്ക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ അതെ, അങ്ങനെ ഒരു സാഹചര്യം ഇനി എന്ന് സൃഷ്ടിക്കും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ CR ബിജു. കാരണം ഈ വിഷയം നമ്മൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പോലീസിലെ അല്ല ഒരു പോയിന്റ് കൂടി, താങ്കൾ ചോദിച്ച ഒരു വിഷയത്തിലെ ഒരു പോയിന്റ് കൂടി എന്ന് പറഞ്ഞോട്ടെ. കേരളം ഒരു സേനയാണ് പോലീസ്. ആ സേനാ കൺസെപ്റ്റിൽ നിന്ന് തൊഴിൽ സാഹചര്യത്തിൽ പോലീസ് ഒരു സർവീസ് സെക്ടറായി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും സർവീസ് മേഖല എന്ന നിലയിലേക്ക് ഒരു സേവന വിഭാഗം എന്ന നിലയിലേക്ക് പോലീസ് മാറിയെങ്കിലും പോലീസ് ഒരു സേനാ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈറാർക്കി വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ്. ആ ഹൈറാർക്കിക്കിടയിലുള്ള താഴെ തട്ടിൽ മുതൽ CPOയ്ക്ക് തൊട്ട് മുകളിലെ SCPO തുടങ്ങുന്നു ഹൈറാർക്കി. അത് നമ്മുടെ സംസ്ഥാന പോലീസ് മേധാവി വരെയുണ്ട്. ആ ഘടനയ്ക്കകത്തുള്ള അപൂർവം ചിലർ, അത് എല്ലാ മേഖല എല്ലാ റാങ്കിലുമുണ്ട്, അപൂർവം ചിലരുടെ അനാവശ്യമായ ഇടപെടലുകൾ, അവരുടെ ചില അസ്വസ്ഥതകളിലൂടെ ഉണ്ടാക്കുന്ന ഇടപെടലുകൾ, അതെല്ലാം തന്നെ സേനയിലെ ആ വിഭാഗങ്ങൾക്ക് പൊതുവെ അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. അത് ജനറലൈസ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. ഒരു IP ലീവ് കൊടുക്കുന്ന പോലീസുകാരനെ കയ്യേറ്റം നടത്തിയ സാഹചര്യം എല്ലാ IP മാരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു കുടുംബ കൾച്ചറിൽ സങ്കല്പത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് സിസ്റ്റവും മുമ്പോട്ട് പോയാൽ ഇപ്പൊ തന്നെ നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ഉമേഷ് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം പറഞ്ഞല്ലോ. ശ്രീ CR ബിജു, താങ്കൾ അത് കേട്ടല്ലോ. അദ്ദേഹം ഈ ഇത്രയും 20 വർഷത്തിലേറെയുള്ള സർവീസിനിടയിൽ ഒരു 10 ദിവസത്തെ അവധി അപേക്ഷിക്കുകയാണ്. അത് ഫോർവേഡ് ചെയ്യുന്നില്ല CI എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അനുഭവം ഇപ്പൊ എല്ലാവരും അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഒറ്റപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ തള്ളിക്കളയുന്ന അത്രത്ത് ലാഘവത്തോടെയാണോ ഇതിനെ കാണേണ്ടതെന്ന്? കാരണം ഈ വിഷയങ്ങൾ നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ ബിജു. അത്തരം വിഷയങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉമേഷിനെ സംബന്ധിച്ചിടത്തോളം, ഉമേഷ് ഞാൻ വ്യക്തിപരമായി ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു നിലപാടിനെയും ഇന്നുവരെയും എതിർത്തു പറയാത്ത സംഘടനാ പ്രവർത്തകനാണ് ഞാൻ. എന്തുകൊണ്ടെന്നാൽ പോലീസ് പോലെ ഒരു സേനയുടെ ഭാഗത്ത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പോകേണ്ട കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ പരസ്യമായി അല്ലാതെ ഞങ്ങൾ അധികാരികളുമായി സംസാരിക്കുന്ന കാര്യങ്ങളെ പോലെയുള്ളത് ഒരു പക്ഷേ ഉമേഷ് പരസ്യമായി പറയുന്നു എന്നൊരു സാഹചര്യമുണ്ട്. വ്യക്തി എന്ന നിലയിലും ഔദ്യോഗിക ജീവിതത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന നിലയിലും 100% പെർഫെക്ഷനിൽ പോകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഉമേഷ് എന്ന കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ പലതും സോഷ്യൽ മീഡിയ ഒരു അപകടകരമായ പ്ലാറ്റ്ഫോമാണ്. ആ സോഷ്യൽ മീഡിയയിലൂടെ പറയേണ്ടതല്ലാത്തത്, അതായത് നേരിട്ട് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട രൂപത്തിൽ അറിയിക്കുന്ന സ്ഥാനത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ വന്നു പോകുമ്പോഴുണ്ടാകുന്ന അപാകതകളും കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കലാണ് ഉമേഷിന്റെ നേരെ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വൈകാരികമായ പ്രതികരണങ്ങളല്ല ഇക്കാര്യത്തിൽ വേണ്ടത്. ഇതിൽ കൃത്യമായി പ്രഷർ ഇല്ലാതെ ജോലി ചെയ്യാൻ അനാവശ്യ കുറ്റപ്പെടുത്തലുകൾ, സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാലഘട്ടത്തിൽ വലിയ മാറ്റമുണ്ടായ ലോകത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അടിസ്ഥാനമില്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കാതിരിക്കുക, അതുപോലെ തന്നെ പോലീസ് ചെയ്യുന്ന ശരിയായ കാര്യം തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. സമാധാനപരമായും സംതൃപ്തിയോടെയും പ്രഷറില്ലാതെയും സംഘർഷമില്ലാതെയും ജോലി ചെയ്യാനുള്ള സാഹചര്യം പൊതുസമൂഹമടക്കം സമസ്ത വിഭാഗവും തരേണ്ടതാണ്. ഒന്ന്, ജനമൈത്രി സുരക്ഷാ പദ്ധതി അടക്കം നടപ്പിലാക്കി ജനമൈത്രി പോലീസിലേക്ക് കേരളം മാറിയപ്പോൾ പോലീസ് വളരെയധികം പരിഷ്കരിക്കപ്പെട്ടു, മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പോലീസ് നിൽക്കുന്ന പ്ലാറ്റ്ഫോം, ഈ സമൂഹം അതിനനുസരിച്ച് മാറിയില്ല എന്നൊരു വലിയ ദുരന്തം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ പോലീസിനെ ആക്രമിക്കപ്പെടുന്ന കേസ് ഇന്ത്യയിൽ പഴയകാല പോലീസിംഗ് രീതി നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലും ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ രൂപത്തിൽ പോലീസ് മാറിയപ്പോ, ജനങ്ങളോട് നല്ല സൗഹാർദ്ദ അന്തരീക്ഷത്തിലേക്ക് പോലീസ് മാറിയപ്പോ അത് ദൗർബല്യമായി കണ്ട് പോലീസിനെ ആക്രമിക്കുന്ന കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ള പൊതുസമൂഹത്തിന്റെ മനോഭാവം അടക്കം മാറേണ്ടതുണ്ട്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാട് മാധ്യമങ്ങളായാലും പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളായാലും ആ ഒരു ദൗത്യം കൂടി ഏറ്റെടുത്ത് ഔദ്യോഗിക ജോലി ചെയ്യേണ്ടി വരും. നിയമങ്ങൾ ജനപ്രതിനിധികൾ ഉണ്ടാക്കുന്നതാണ്.
അത് പോലീസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർ അതിക്രമിക്കുകയല്ല വേണ്ടത്, ആക്രമിക്കുകയല്ല വേണ്ടത്, നിയമം അനുസരിക്കേണ്ടവരാണ് എന്ന ബോധം ജനങ്ങളിലേക്ക് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ രൂപത്തിൽ ശരിയല്ലാത്ത സമ്മർദ്ദങ്ങളിൽ നിന്ന് പോലീസ് സേനയ്ക്ക് മോചിതരാവാൻ കഴിയുമെന്നതാണ് വസ്തുത. അംഗസംഖ്യാ വർധനവാണ് ഇതിന് ഏക പരിഹാരം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ശരി, ഞാനൊരു ഇടവേള എടുത്തതിന് ശേഷം മടങ്ങിയെത്താം. ഡോക്ടർ സന്ധീഷ് കൂടിയുണ്ട് നമുക്കിപ്പം ഈ ചർച്ചയിൽ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. ഞാൻ ഡോക്ടർ സന്ധീഷിലേക്കാണ് പോകുന്നത്. ഡോക്ടർ സന്ധീഷ്, ഇപ്പോൾ ഇതിൽ താങ്കൾ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് ഒക്കെ എടുക്കുന്ന ആൾ കൂടിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ വായിച്ചറിഞ്ഞതാണ്, ഒരു ഇന്റർനാഷണൽ ലോ എൻഫോഴ്സ്മെന്റ് സ്ട്രെസ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച അവരുടെ ആദ്യ വാർഷിക പതിപ്പ് 40 വർഷം മുൻപാണ്. ആ വാർഷിക പതിപ്പിൻ്റെ പേരെന്തായിരുന്നു എന്നറിയാമോ? പോലീസ് സ്ട്രെസ് എന്നായിരുന്നു ആ പേര് തന്നെ ഇട്ടിരുന്നത്. അതായത് ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ വന്നിട്ടുണ്ട്, പോലീസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച്. അതിൽ ഹാൻസ് സെല്ലെ എന്ന ഒരു മനഃശാസ്ത്രജ്ഞൻ ഈ ജോലിയെ നിർവചിച്ചിട്ടുള്ളത് വ്യോമഗതാഗതം നിയന്ത്രിക്കുന്നതിനേക്കാൾ സമ്മർദ്ദമുള്ള ഒരു ജോലി എന്ന തരത്തിലേക്കാണ്. ഇത് താങ്കൾക്കറിയാവുന്ന കാര്യം തന്നെയായിരിക്കാം. അപ്പോൾ ഇത് യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിലുള്ള അകലം കൂടുന്നു. അതാണ് ഈ സ്ട്രെസ്സ് ഇത്രയധികം വർദ്ധിക്കാനുള്ള കാരണം. ഒട്ടേറെ പഠനങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. അതിൽ നമ്മുടെ സംസ്ഥാനത്തെ ആസ്പദമാക്കിയുള്ള പഠനങ്ങൾ ഡോക്ടേഴ്സിൻ്റെ തലത്തിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാനസിക പിരിമുറുക്കം, മാനസിക നില തെറ്റുന്ന തരത്തിലേക്ക്, രോഗാവസ്ഥയിലേക്ക് പോകുന്നു, ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ മദ്യപർ എന്ന തരത്തിലേക്ക്, അങ്ങനെ കുറേ ആളുകൾ. അപ്പോൾ ഈ തരത്തിലേക്കൊക്കെയുള്ള കാരണങ്ങൾ വിലയിരുത്തലുകളായി വരുമ്പോൾ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഷെയർ ചെയ്തിട്ടുണ്ടാകുമല്ലോ പോലീസ് ഉദ്യോഗസ്ഥർ താങ്കൾ ക്ലാസ് എടുക്കുന്ന വേളയിലുമൊക്കെ. അപ്പോൾ അവരൊക്കെ കൂടുതലായി പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? അവരെ പറയുന്ന ഒരു പ്രധാന ആസ്പെക്ട് അവരെപ്പോഴും പറയാറുള്ളത് അവരുടെ അംഗബലം കുറവാണ് എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു പരാതി. കാരണം അവർ പറയുന്നത് അവർക്ക് ധാരാളം കേസ് കാര്യങ്ങൾ അവർക്ക് നോക്കണ്ട്. അതായത് മിക്കവർക്കും തന്നെ അടുപ്പിച്ച് നൈറ്റ് ഡ്യൂട്ടി വരുന്നുണ്ട്. അത് ഒന്നരാടം ദിവസങ്ങളിലൊക്കെ ആയിട്ടോ ഒക്കെ പലപ്പോഴും വരാറുണ്ട്. അതുപോലെ തന്നെ കേസ് ഫയലിന്റെ എണ്ണം കൂടുന്നു. പിന്നെ അതുകൂടാതെ പാറാവ് നിൽക്കണം, ലോ ആൻഡ് ഓർഡർ നോക്കണം, കോർട്ട് ഡ്യൂട്ടി, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഒരേ സമയത്ത് ഇവർ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് വരുന്നതുകൊണ്ട് തന്നെ ഇവർക്കുണ്ടാകുന്ന 3-4 ഏരിയ. ഒന്ന്, ഇവർ ഇത്രയും വരുമ്പോൾ അവരുടെ വർക്ക് ലോഡ് കൂടുന്നു. വർക്ക് ലോഡ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നം, കുടുംബത്തിലെ ഒരാളുടെ ബർത്ത്ഡേ ആയിരിക്കും. എന്റെ ബർത്ത്ഡേ അല്ലെ മകളുടെ ബർത്ത്ഡേ അല്ലെ വേറെ എന്തെങ്കിലും സാധനം വരുമ്പോൾ എനിക്ക് ബർത്ത്ഡേക്ക് പോകണം എന്ന് പറയുന്നു, തരാമെന്ന് പറയുന്നു. പക്ഷെ പെട്ടെന്നൊരു ക്രൈസിസ് വരുന്നു, അവരുടെ ബർത്ത്ഡേ ക്യാൻസൽ ആകും. അതിന് പോകാൻ പറ്റാതാകുന്നു. അപ്പൊ ഫാമിലിയിലും അതൊരു വലിയ സ്ട്രെസ്സായി മാറുന്നു. അപ്പം ജോലിയും കുടുംബജീവിതവും തമ്മിലുള്ള ഒരു ബാലൻസിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. മറ്റു ചിലരിലാണെങ്കിൽ പെർഫെക്ഷൻസ് ഉള്ള ആൾക്കാരുണ്ട്. ചില കാര്യങ്ങൾ വളരെ നമ്മളൊരു കാര്യം ചെയ്താൽ ഞാൻ ബെസ്റ്റ് ആയിട്ട് ചെയ്യും, എല്ലാം അതിന്റെ ലോ ആൻഡ് ഓർഡറിൽ ചെയ്യൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യും പെർഫെക്റ്റ് ആണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ചിലർ അങ്ങനെ അല്ലാത്ത കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് എടുക്കുന്ന ആൾക്കാർ. അപ്പൊ പേഴ്സണാലിറ്റി വ്യത്യാസമുണ്ട്. ഓരോ വ്യക്തികളും ഒരു കാര്യത്തിന് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് കാര്യമുണ്ട്. 3, നമ്മൾ പോലീസിൽ ചേരുമ്പോൾ ആരുടെയും നമ്മൾ മെന്റൽ ഹെൽത്ത് ഒരു സ്റ്റഡി നമ്മൾ അതിന്റെ ഒരു ടെസ്റ്റ് ഒന്നും നടത്താറില്ല. നമ്മൾ ഇതിലെടുക്കുമ്പോൾ തണ്ടർബോൾട്ടിൽ എടുക്കുമ്പോൾ നമ്മൾ ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ഒക്കെ നടത്താറുണ്ട്. പക്ഷേ പോലീസ് സേനയിൽ ചേരുന്ന ആൾക്കാരുടെ മാനസികാരോഗ്യം ആ സമയത്ത് തന്നെ എങ്ങനെയുണ്ട് നമ്മൾ നോക്കാറില്ല, അതിനുശേഷവും നോക്കാറില്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് ഡിപ്രഷൻ, വിഷാദ രോഗം വരാം. അവർക്ക് ദേ ഫീൽ ഹോപ്പ്ലെസ്, ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും നശിക്കുന്നു, ആരും എന്നെ മനസ്സിലാക്കാനില്ല, ആരും എന്നെ സഹായിക്കാനും ഇല്ല, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല, അല്ലെങ്കിൽ മുമ്പ് ചെയ്ത കാര്യങ്ങളോട് താല്പര്യം കുറയുക, ഭയങ്കര ക്ഷീണം വരിക. അപ്പൊ ഇങ്ങനെയുള്ള ഡിപ്രസീവ് ഫീച്ചറുള്ള ധാരാളം പോലീസുകാരാണ് ഈ ആത്മഹത്യ ചെയ്യുന്നതിന്റെ പ്രധാന ഒരു കാരണം തന്നെ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടോ, അവർക്ക് ഉത്കണ്ഠ, ഭയങ്കര ആങ്ഷ്യസ്, ഉത്കണ്ഠ രോഗമുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് അവർക്കുണ്ടോ എന്നുള്ളതിനെ പറ്റി നമ്മൾ ശ്രദ്ധിക്കാറ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ധാരാളമായി അവർ കാണുന്നുണ്ട്. കൂടാതെ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഇപ്പം ചില പോലീസ് സ്റ്റേഷനിൽ അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ ആണ്. അവർക്ക് തോന്നുന്നു ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു കോൺഫിഡൻസിൽ അവർ ഭയങ്കര ടീം വർക്കായിട്ട് ചെയ്യുന്നു. അല്ല തിരിച്ചും ഓക്കെ, മേലുദ്യോഗസ്ഥന് തോന്നുന്നു എന്റെ താഴെയുള്ള ആൾക്കാർ എന്നോട് ഭയങ്കര സപ്പോർട്ടീവാണ്, ടീമായിട്ട് ചെയ്യാൻ പറ്റുന്നു. അത് ഭയങ്കര ഒരു വൈബിൽ അവർ പോസിറ്റീവായിട്ട് അവർക്ക് ചെയ്തു പോകാൻ പറ്റുന്നു. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയല്ല സംഭവിക്കുന്നു. ഒരുപക്ഷെ മേലുദ്യോഗസ്ഥർ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണെന്ന് താഴെയുള്ള ആൾക്കാർക്ക് തോന്നുന്നില്ല, താഴെയുള്ള ആൾക്കാർ കുറച്ച് ഇതാണെന്ന് മേലുദ്യോഗസ്ഥർക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും പ്രോപ്പറായിട്ട് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് ഇങ്ങനെ കൂടി വന്ന് അത് സമ്മർദ്ദങ്ങളിലേക്ക് വഴിവെക്കാനുള്ള സാധ്യത വളരെയേറെയാണ്. പലപ്പോഴും ഒരു ഇപ്പൊ അതെ, അത് എങ്ങനെയാണ് അതിനൊക്കെയുള്ള വഴികൾ എന്താണ്? മനഃശാസ്ത്ര വഴികൾ തന്നെ ഉണ്ടോ? അതിലേക്ക് ഞാൻ എത്താം. ഞാൻ ഡോക്ടറിലേക്ക് എത്താം. ശ്രീ ടി.കെ. രാജ്മോഹൻ, ഇപ്പോൾ ഇത് നമുക്ക് മൃദുഭാവേ ദൃഢകൃത്യേ എന്നുള്ളതാണല്ലോ മുദ്രാവാക്യം. പക്ഷേ
ഇപ്പോൾ പോലീസ് അക്കാഡമിയിൽ ഉൾപ്പെടെ നൽകുന്ന പരിശീലനം ഇവരെ മാനസികമായി ദുർബലരാക്കി മാറ്റുന്നു എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇവരുടെ ഒരു കരിയർ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ. ഈ ചർച്ചയിൽ തന്നെ പല വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇവിടെ ഈ ട്രെയിനിങ്ങിൽ പോലും ശാരീരികമായുള്ള അവരുടെ മികവ്, ആ ദൃഢത എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ പ്രോമിനൻസ് കൊടുക്കുകയും മാനസികമായി ഇവർ ഏറ്റവും ദുർബലരായി മാറുകയും ചെയ്യുന്നു എന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ ഈ ട്രെയിനിങ് പ്രോപ്പർ ആയിട്ട് ഒരു സേനക്ക് കൊടുക്കുന്നത്, അതായത് ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സ് അതാദ്യം മനസ്സിലാക്കുക. ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സിന്റെ അകത്ത് ആ ഡിസിപ്ലിൻഡ് ഫോഴ്സ് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പബ്ലിക്കിനെ സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫോഴ്സിന്, ഡിസിപ്ലിൻ ഫോഴ്സിന് മാനസികമായും ശാരീരികമായും അതിന്റെ തയ്യാറെടുപ്പ് വേണം. അതാണ് ട്രെയിനിങ് മാനുവൽ നടത്തുന്നത്. പക്ക ട്രെയിനിങ് കറക്റ്റാണ്. അവിടെ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്, അതുപോലെ മെന്റൽ ട്രെയിനിങ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സോഫ്റ്റ് സ്കില്ല് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും പഠിപ്പത്തിന്റെ കുഴപ്പമല്ല. പക്ഷെ ഇത് ഇന്നത്തെ ഈ പോലീസ് ഫോഴ്സിന് വന്ന കാതലായ പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രോപ്പർ ആയിട്ട് ഇത് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മളെ മൃദുഭാവയെ ദൃഢഗത്തിൽ തന്നെയാണ് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ് ഫോഴ്സ് തന്നെയാണ്, അതിലാരും തർക്കമില്ല. പക്ഷേ നമ്മളെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇനിയെങ്കിലും വല്ലതും ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഭരണത്തിലുള്ള ഗവൺമെന്റ് മനസ്സിലാക്കണം. ആ ഗവൺമെന്റും അതുപോലെ ഇതിന്റെ മേലുദ്യോഗസ്ഥന്മാരും ബാക്കി എല്ലാ പ്രൊഫഷണൽസും മനസ്സിലാക്കണം. ഇത് ഡേഞ്ചറസ് ആയി പോവുകയാണ്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാര് പല ആൾക്കാരും ഡിപ്പാർട്ട്മെന്റ് വിട്ടുപോകാൻ ട്രൈ ചെയ്യാണ് അവര്. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥൻ രാവിലെ ഇറങ്ങിയിട്ട് വൈകിട്ട് മടങ്ങി വരുമ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. കാരണം അയാൾ തന്നെ സ്വയം ഹെൽപ്ലെസ് ആകാണ്. അതിൽ ഈ സ്വയം വിരമിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞതിന്റെ അതിന്റെ ഒരു കണക്ക് കൂടി ഞാൻ പറയാം. 175 പേരാണ് സ്വയം വിരമിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിനിടെയുള്ള കണക്കാണ്. അതിൽ 64 പേർ ആരോഗ്യ പ്രശ്നം കാരണം എന്നതാണ് പറയുന്നത്. മറ്റു ചിലർ കുടുംബ പ്രശ്നങ്ങൾ മൂലം എന്ന് പറയുന്നു. മറ്റുള്ളവർ മേലുദ്യോഗസ്ഥർ മൂലം എന്ന് തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ട് സ്വയം വിരമിക്കലിലേക്ക് പോയ ഉദ്യോഗസ്ഥരുമുണ്ട്. ശ്രീ രാജ്മോഹൻ, ഞാൻ പറഞ്ഞത് ഇത് പേടിച്ചോടുകയാണ്. അതെ, പൊതുസമൂഹത്തിനെ ഫേസ് ചെയ്യേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ സ്വയം ഒളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒളിക്കുന്നത്? അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ട് അവൻ പബ്ലിക്കായിട്ട് ഞങ്ങളെ കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എക്സ്പോസ് ചെയ്യും, പബ്ലിക്കിൽ വന്ന് അയാളുടെ വീര്യം, അയാൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ ഫീലിംഗ് വരും. അപ്പൊ എന്തുകൊണ്ട് സ്വയം ഒളിച്ചോടുന്നു? എന്തുകൊണ്ട് അവൻ സ്വയം ഒരു ഷെല്ലിന്റെ ഉള്ളിലേക്ക് പോകുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ? അത് പാടില്ല. കാരണം അയാളൊരു ക്ലർക്കല്ല, അയാൾ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യേണ്ട ആളാണ്. SIമാർ തന്നെ ഇപ്പം പല പോലീസ് സ്റ്റേഷനിൽ അവർ ചെറിയൊരു പോലീസ് സ്റ്റേഷനിൽ ട്രാൻസ്ഫർ വാങ്ങി പോകുന്നു. അവർ സ്വയം തന്നെ പിൻവാങ്ങുകയാണ്. എന്തുകൊണ്ട്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ അനലൈസ് ചെയ്യണം. 10ഓ 15ഓ കാരണങ്ങൾ നമുക്കൊക്കെ പറയാൻ പറ്റും. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം ഗവൺമെന്റ്. അതിനുശേഷം അതിന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട സംവിധാനം ഉണ്ടാവണം. അതിനാദ്യം ചെയ്യേണ്ടത് ഇതിന്റെ മുകളിൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ അതിന് ശ്രദ്ധിക്കണം. അവർക്ക് അതിന് സമയമില്ല. അപ്പൊ അവർ ശ്രദ്ധിക്കാതെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് മിഡിൽ ലെവൽ ഓഫീസേഴ്സും ഡെസ്പറേറ്റ് ആവും. മിഡിൽ ലെവൽ ഓഫീസേഴ്സ് ഡെസ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഫോഴ്സ് തകർന്നു. കാരണം ഈ മിഡിൽ ലെവൽ ഓഫീസേഴ്സ് ആണ് എല്ലാ പ്രഷറും, അതായത് കീഴുദ്യോഗസ്ഥന്മാർ, അതായത് പോലീസ് കോൺസ്റ്റബിളുടെ പ്രഷറും ഈ ടോപ്പിലെ പ്രഷറും ഡീൽ ചെയ്യുന്നത് SI, CI, DYSP, SP ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പൊ ദാറ്റ് ഈസ് എ പ്രഷർ പോയിന്റ്. ആ പ്രഷർ പോയിന്റ് തകർന്നു കഴിഞ്ഞാൽ എല്ലാം തകർന്ന്. ഇപ്പോഴ് ആ പണ്ടൊക്കെ ആണെങ്കിൽ സംഭവം DYSPമാരും SP-മാരും CI-മാരൊക്കെ സംഭവം സർവൈവ് ചെയ്യും, അവർ പ്രഷർ താങ്ങാൻ തയ്യാറാണെന്ന്. പക്ഷെ ഇപ്പം നമ്മൾ ഉദ്യോഗസ്ഥർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം ഈ മിഡിൽ ലെവൽ ഓഫീസർ തകർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ പോലീസുകാരെ കുറ്റം പറയും, പോലീസുകാർ തിരിച്ചു പറയും, അവൻ മുകളിലോട്ട് പറയും, അവരവസാനം ഗവൺമെന്റിനെ പറയും. ഗവൺമെന്റ് പറയുമ്പോൾ ഗവൺമെന്റ് ആരോടാ കുറ്റം പറയാ? അപ്പൊ ഗവൺമെന്റ് പറയും അതിന് നമ്മൾ സർക്കുലർ ഇറക്കുന്നുണ്ട്, നമ്മൾ യോഗ നടത്തുന്നുണ്ട്, നമ്മൾ അത് നടത്തുന്നുണ്ട്. അതൊന്നും നമുക്ക് കാര്യമില്ല. സ്റ്റഡി ചെയ്യൂ, പഠിക്കൂ, പഠിച്ചതിന് ശേഷം പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തൂ. അതിനുശേഷം ഇതിന് ഒരു മതിയായ അതിന്റെ സോൾവ് ചെയ്യുന്ന ഒരു സംവിധാനം, അതിന് മതിയായ ചികിത്സ നടത്തി ഇത് ഈസിയാണ്, ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ ഈ പോലീസ് ഫോഴ്സ് ബെസ്റ്റ് ആണ്. അത് ശരിക്കും മോൾഡ് ചെയ്താൽ വളരെ കൂടുതൽ നന്നായി മാറും. ആ മോൾഡിങ്ങിന്റെ കുഴപ്പമാണ്. അതിന് പ്രധാന കാരണം നമ്മുടെ ഹോം മിനിസ്റ്റർ, നമ്മുടെ DGP, അതിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാര്, അതിന്റെ താഴോട്ട് എല്ലാവരും ഉത്തരവാദികളാണ്. അപ്പൊ ആരെയും തമ്മിൽ കുറ്റപ്പെടുത്തുന്നത്, അതാണ് വേറൊരു കാര്യം, തമ്മിൽ കുറ്റപ്പെടുത്തുന്നത്. അതെ, ആ തരത്തിലേക്ക് ഇന്നിപ്പോ യോഗ ചെയ്താൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന തരത്തിലേക്ക് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മറുപടി വരികയാണ്. ഒരാഴ്ചക്കിടെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് നഷ്ടമായി. അവർ ആ തരത്തിലേക്ക് അവരുടെ ജീവൻ അവസാനിപ്പിച്ച ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അത് ലഘൂകരിച്ച് കണ്ടോ എന്നുള്ളത് കൂടി നമ്മൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഞാൻ ആ വിഷയത്തിലേക്കാണ് ഇനി വരുന്നത്. ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം ഉമേഷിലേക്ക്. ഉമേഷ്, ഇപ്പോൾ താങ്കളുടെ തന്നെ ഇതിനു മുൻപുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അതിൽ ഒരു വരി ഞാനൊന്ന് വായിക്കാം. ശമ്പളം കിട്ടാതെയും അവധി നൽകാതെയും
നിരന്തര പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്താൽ ആ വാർത്ത കേൾക്കുമ്പോൾ പട്ടി ചത്തു എന്ന് കേൾക്കുന്നതിനപ്പുറം വികാരം അയാളെ പട്ടിണിക്കിട്ട ഏമാനും ശിങ്കിടികൾക്കും ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യം, അത് ഒരു പോസ്റ്റായി താങ്കളൊരു ആശങ്ക എന്ന തരത്തിലേക്ക് പണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഈ ജോലി സമ്മർദ്ദം, അതായത് ഇപ്പോൾ 8 മണിക്കൂർ എന്നൊക്കെയുള്ളത് ഇന്ന് നിയമസഭയിൽ വിഷയമാകുമ്പോൾ അത് ഉടനടി നടപ്പാക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. കൂടാതെ അത് പൂർണ്ണമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല, ജോലി സമ്മർദ്ദം. അത് നേരത്തെ ശ്രീ രാജ്മോഹൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ജോലിയുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, അത് സമ്മർദ്ദമുള്ള ജോലി തന്നെയാണ്. പക്ഷേ അതിന് കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ എന്തുണ്ടാകുന്നു എന്നുള്ളതാണല്ലോ ഇവിടെ വിഷയം. സമ്മർദ്ദം ഒഴിവാക്കാൻ യോഗയുണ്ട് എന്നാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. ഇതിനു മുൻപും ഈ തരത്തിലേക്ക് കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അതൊക്കെ വളരെ മുൻപ്, കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തും മുഖ്യമന്ത്രി തന്നെ ഇത്തരം മറുപടികളൊക്കെ നൽകിയിട്ടുള്ളതാണ് നിയമസഭയിൽ തന്നെ. ഈ തരത്തിലേക്ക് എന്തെങ്കിലും പ്രയോജനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ നേരത്തെ വായിച്ച വാചകം അധികം പഴക്കമുള്ളതല്ല, അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ എഴുതിയതാണ്. അപ്പോൾ ഇന്ന് നിയമസഭയിൽ MLA മുനീർ സാഹിബ് അത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, ഈ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷനുകൾ 8 മണിക്കൂറാക്കാൻ പെട്ടെന്ന് സാധിക്കില്ല എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് പെട്ടെന്നല്ല. പോലീസ് സ്റ്റേഷനുകളിൽ 8 മണിക്കൂർ ഡ്യൂട്ടി എന്ന പ്രഖ്യാപനം വന്നിട്ട് വർഷങ്ങളായി, ഒരുപാട് വർഷങ്ങളായി. ആ വർഷങ്ങളായിട്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ടും അതിലൊരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ഇപ്പോൾ രാജ്മോഹൻ സാറും ബി സാറൊക്കെ പറഞ്ഞ പോലെയുള്ള അംഗസംഖ്യയുടെ കുറവ്, അതിനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാതെ ഇപ്പോഴും ഈ 20,000 ചില്ലാം പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ 50,000-ലധികം പോലീസുകാരുള്ള ഒരു സേനയിലാണ് ഇത്. ഈ സ്റ്റേഷനുകളുടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 50 പേരുടെ സ്ട്രെങ്ത് ആണെങ്കിൽ അതിലൊരു 10 പേരെങ്കിലും പല ഓഫീസുകളിലും ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ പല സ്ഥലത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു DYSP ഓഫീസിൽ 10 പേര് ജോലി ചെയ്യുന്നുണ്ടാവും, 10 സ്റ്റാഫെങ്കിലും മിനിമം ഉണ്ടാവും. ഈ 10 പേരും അവിടുത്തെ സ്ട്രെങ്ത് അല്ല. അവിടേക്ക് സ്ട്രെങ്ത് കൊടുത്താൽ DYSP ഓഫീസ് പ്രവർത്തിക്കണമെങ്കിൽ ആൾ വേണം. അവിടേക്ക് സ്ട്രെങ്ത് അനുവദിച്ചിട്ട് വേണം ഈ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടി. യോഗ എന്ന് പറയുന്നത് ഈ പറഞ്ഞ വളരെ ഉപരിപ്ലവവും ആയിട്ടുള്ളൊരു പരിഹാരമാണ്. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് MLA അല്പം പരിഹസിച്ചുകൊണ്ട് യോഗയെ പറ്റി താങ്കൾക്ക് അറിയാഞ്ഞിട്ടാണ്, താങ്കളിപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് താങ്കൾക്ക് അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് യോഗ എന്നാണ്. എന്നാൽ പോലീസിനെ സംബന്ധിച്ച് യോഗ എന്ന് പറയുന്നത് അങ്ങനെയല്ല. പോലീസിനെ സംബന്ധിച്ച് 8 മണിക്ക് ഡ്യൂട്ടിക്ക് വരേണ്ട പോലീസുകാരന് യോഗ നിശ്ചയിക്കുന്നു, അയാൾ 7 മണിക്ക് വരണം. അപ്പോൾ അത് സ്ത്രീയോ പുരുഷനോ ആവാം. ഈ 7 മണിക്ക് ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസം പോലീസുകാർക്ക് യോഗ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്, ഞങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ 60-70 കിലോമീറ്റർ ദൂരം ഉള്ള ആളുകൾ വരെ പോലീസിൽ ജോലി ചെയ്യും. ഈ ദിവസം 7 മണിക്ക് എത്തുക എന്ന് പറയുമ്പോൾ പുതിയൊരു സംഘർഷം അവിടെ രൂപപ്പെടുകയാണ്. അപ്പം അവർക്ക് അന്ന് ഇപ്പോൾ വനിതയൊക്കെ ആണെങ്കിൽ തന്നെ വീട്ടിലെ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ പാർട്ടിക്കാർക്ക് അനുസരിച്ച് വനിതകൾ തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അല്ല, ഈ വനിതകളുടെ പ്രശ്നം അത് വേറെയുണ്ട്. ഇപ്പൊ നമുക്ക് ഈ വനിതാ ഉദ്യോഗസ്ഥരാരും പ്രതികരിക്കില്ല. അതുകൊണ്ടാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തുടർച്ചയായി നൈറ്റ് ഡ്യൂട്ടി, അതിലൂടെ അവർക്കുണ്ടാകുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ആരോട് പറയാൻ? തീർച്ചയായിട്ടും വനിതകൾ ഇപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷനിൽ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത് 2 വനിതാ പോലീസുകാരാണ്, അപർണയും ബിയാൻസയും. ഈ 2 പോലീസുകാർ വനിതാ പോലീസുകാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ആൺ പോലീസുകാർ ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടിയും വനിതാ പോലീസിനും ചെയ്യാം. അപ്പോൾ ഏത് ഡ്യൂട്ടി വേണമെങ്കിലും അവരെ ഏൽപ്പിക്കാം. എന്നാൽ വനിതാ പോലീസുകാർ തന്നെ ചെയ്യേണ്ട പല ഡ്യൂട്ടികളുമുണ്ട്. ഇപ്പോൾ പോക്സോ കേസിലെ മൊഴിയെടുക്കലും അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളെല്ലാം, അതുപോലെ വനിതകളുടെ 174 ഉണ്ടായി കഴിഞ്ഞാൽ അവർ തന്നെ വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഇവർ തന്നെ വേണം. അപ്പോൾ അവർ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് 8 മണിക്കോ 8:30-ക്കോ പോകാൻ നിൽക്കുമ്പോഴായിരിക്കും ഒരു സ്ത്രീകളെ ബന്ധപ്പെട്ട കേസ് വരുമ്പോൾ അവരവിടെ നിൽക്കണം. ഈ 50 പോലീസുകാർ അല്ലെങ്കിൽ 40 പോലീസുകാരുള്ളൊരു പോലീസ് സ്റ്റേഷനിൽ 2 വനിതകളെ വെച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യും? ഇവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയത്തുള്ളൊരു പോലീസുകാരി വിളിച്ചപ്പോൾ പറഞ്ഞു അവർ 8:30-ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ഫയൽ കൊണ്ടുപോയിട്ട് തീർക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഭർത്താവ് അതിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, മക്കൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു പുരുഷ പോലീസിന് ഇപ്പോൾ എന്താ പറയുക, പ്രസവോ മെൻസസോ ആണുങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ വനിതാ പോലീസുകാർ അനുഭവിക്കുന്നത് അത്രയും വലിയ ഒരു സ്ട്രെസ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള പോലീസുകാർ ഈ പറഞ്ഞ 7 മണിക്ക് യോഗയ്ക്ക് എത്തണം എന്ന് പറയുന്നു. ആ യോഗ അടുത്ത ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച യോഗ ഉണ്ടെന്ന് പറയുമ്പോൾ ആ പറയുന്ന ദിവസം തൊട്ട് ഇവർ സംഘർഷത്തിലാണ്. അങ്ങനെ യോഗ സംഘർഷം കൂട്ടുന്നൊരു സംഭവമായിട്ടാണ് പോലീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ. അതിനൊരു മാറ്റം വരികയാണെങ്കിൽ അറിയില്ല, പക്ഷേ ഇപ്പോൾ അതാണ്. അപ്പോൾ ഈ തൊലിപ്പുറത്തെ പരിഹാര മാർഗ്ഗങ്ങൾ കൊണ്ട് രാജ്മോഹൻ സാറ് പറഞ്ഞ പോലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പഠിക്കാതെ
പരിഹാരം നിർദ്ദേശിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പഠിക്കാനാണെങ്കിൽ യാതൊരു സംവിധാനവും ഇതുവരെ ഇപ്പോൾ നടക്കുന്നില്ല. ഞാൻ ഒരു ഇടവേള കൂടി എടുത്തിട്ട് വേഗം മടങ്ങിയെത്താം. CR ബിജു 2019 എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് DGP ഒരു സർക്കുലർ ഇറക്കി, പോലീസിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കുറേ നിർദ്ദേശങ്ങളൊക്കെ ഉള്ളടങ്ങി. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് പോലീസ് സഭ വിളിച്ചു ചേർക്കണം, മാന്യമായി മേലുദ്യോഗസ്ഥർ പെരുമാറണം എന്നൊക്കെ പറയുന്നതിനൊപ്പം തന്നെ ഈ ലീവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവാഹ വാർഷികം, ജന്മദിനം, ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ അവധി നിർബന്ധമായി കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഈ ആൾക്ഷാമം എന്നുള്ള ഇപ്പോൾ ഈ ഇവിടെ എല്ലാവരും പങ്കെടുത്ത എല്ലാവരും ചൂണ്ടിക്കാട്ടി വളരെ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസേഴ്സ് ഈ ആഘോഷമൊക്കെ മാറ്റിവെക്കാൻ ആവശ്യപ്പെടുന്നൊരു സാഹചര്യമല്ലേ, അതിലൂടെയല്ലേ നിലവിൽ? അപ്പോൾ ഈ സർക്കുലറിലൊക്കെ എന്ത് വിലയാണുള്ളത്? ഈ ആഘോഷമൊക്കെ ഒന്ന് മാറ്റിവെക്കൂ, ആൾക്ഷാമമാണ് എന്ന് പറയുന്നൊരവസ്ഥയിലല്ലേ ഇവരിപ്പോഴും പോകുന്നത്. ഇപ്പം ഇത് കുടുംബ ബന്ധങ്ങളെ മുഴുവൻ ബാധിക്കും, കുടുംബവുമായി സമയം ചെലവഴിക്കാനാകുന്നില്ല, ഈ പ്രശ്നങ്ങളെല്ലാം അവശേഷിക്കുകയല്ലേ ഷിബിജു? തീർച്ചയായിട്ടും ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നവരുടെ ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ SHO, ആ SHOയെ നിയന്ത്രിക്കുന്ന സബ് ഡിവിഷൻ ഓഫീസർ, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ജില്ലാ പോലീസ് മേധാവി, ഇവരുടെ എല്ലാം മനോഭാവം ഒരു പക്ഷേ ഒരു പോലീസ് സ്റ്റേഷന്റെ അല്ലെങ്കിൽ പോലീസ് കുടുംബത്തിന്റെ മാനസിക നില നിശ്ചയിക്കുന്നതിൽ പ്രധാന ഘടകങ്ങളാകുന്നുണ്ട്. തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും വിശ്രമം, അത് ഒരിക്കലും യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിൽ കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. സഫീഷ്യന്റ് സ്ട്രെങ്ത് ഇല്ല എന്ന കാരണത്താൽ ഈ നാട്ടിലെ നാട്ടുകാർ മുഴുവൻ ഇപ്പൊ ആഘോഷങ്ങളില്ലാത്ത വിഭാഗമാണ് പോലീസ്. അതത്ര ജനങ്ങൾ അത് ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ല. വാർഷികം പോട്ടെ, ബർത്ത്ഡേ പോട്ടെ, അതെല്ലാം മാറ്റിവെക്കൂ. ആയിക്കോട്ടെ, മാധ്യമപ്രവർത്തനം അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഷിഫ്റ്റും ടേണും അതിനനുസരിച്ച് കിട്ടുന്നുണ്ടാവാം. ഈ നാട്ടിലെ ഏത് വിഭാഗം ജനങ്ങളും ഏത് രൂപത്തിലുള്ള ആഘോഷങ്ങൾക്കായി തെരുവിലോ അല്ലെങ്കിൽ പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുന്നോ ആ സമയത്ത് അവരെയെല്ലാം സംരക്ഷിക്കാനുള്ള ദൌത്യവുമായി മൊബിലൈസ് ചെയ്യപ്പെട്ട് പോലീസ് സേനയാകെ ആ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അത്തരം സന്ദർഭങ്ങൾക്ക് പകരം മറ്റൊരിക്കൽ കുടുംബസമേതം റിലാക്സ് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്ന ഡിമാൻഡ് നമ്മൾ കാലങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസത്തെ ഓഫ് എന്നതുപോലും പലപ്പോഴും കിട്ടാത്ത സാഹചര്യം അനുഭവിക്കുന്നു. അതെല്ലാം അംഗബലത്തിന്റെ കുറവിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇതിനെല്ലാം ഇടയിലും ഇത് കൃത്യമായി അവശേഷിക്കുന്നവർ സംതൃപ്തിയോടെ ഒപ്പം നിന്ന് പണി ചെയ്യുന്ന ഉമേഷിനെ പോലെയൊക്കെയുള്ള ചൂണ്ടിക്കാട്ടുന്ന പോലെ ഇത്തരം സമ്മർദ്ദം അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ച് കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഒരു ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിച്ചേർന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത്ര സമ്മർദ്ദം അവർ താങ്ങിക്കൊണ്ട് നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ആൾക്കൂട്ടത്തിന് നേരെ ഒരുപക്ഷെ നിറയൊഴിക്കുന്നു. ഇത് കഴിഞ്ഞ് സ്വന്തം നെറ്റിയിലേക്കാണ് നിറയൊഴിക്കുന്നത്. അപ്പൊ ആ തരത്തിലേക്ക് പോകുന്ന ഒരു സമ്മർദ്ദത്തിലേക്ക് നമ്മൾ ഇവരെ കൊണ്ട് എത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് താങ്കളുടെയൊക്കെ സംഘടന ഇതിൽ അടിയന്തരമായി, ഇനി അടിയന്തരം എന്ന് പറയുന്നത് തന്നെ അർത്ഥരഹിതമാണ്. കാരണം ഇത് എത്ര നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ്. ഇത് വളരെ കൃത്യമായി നമ്മൾ ഇടപെടുകയും അതാത് സമയങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയും പരിഹാര സർക്കുലറുകളായി സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും വരുന്നതും സംഘടനകളുമായി നടത്തുന്ന ചർച്ചകളുടെ എല്ലാം ഭാഗമായിട്ടാണ്. ഈ ജൂലൈ 17 വീണ്ടും സ്റ്റേറ്റ് സ്റ്റാഫ് കൗൺസിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചകൾ കൊണ്ട് എന്ത് കാര്യമാണ്? ഈ ചർച്ചകൾ ഒരുപാടായില്ലേ? ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ മറുപടി പറയുന്നത്, ഓരോ തവണയും പറയുന്നത് കൗൺസിലിംഗ് നടക്കുന്നുണ്ട്, ഇത്തരം പരിഹാരമുണ്ട്. അപ്പോൾ ഇതിനു മുൻപ് 2019 ഇതിൽ ഒരു സമിതിയെ നിയോഗിക്കുമോ ഈ കാര്യങ്ങൾ പഠിക്കാനെന്ന ചോദ്യത്തിന് അതിന്റെ ആവശ്യമില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അത് മതി, സ്ട്രെസ് റിലീവിംഗ് മാർഗങ്ങളൊക്കെ ഉണ്ട്, അതാണ് നിലവിൽ പരിഹാരം എന്നുള്ളതാണ് പറയുന്നത്. മേലുദ്യോഗസ്ഥർ നന്നായി പെരുമാറണം എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. വളരെ വ്യക്തമായി തന്നെ ഞാനൊന്ന് പറയട്ടെ, ശാസ്ത്രീയമായി തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ്. ശാശ്വതമായ പരിഹാരം ഒന്നിനുമില്ല. അതാത് കാലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിഹാരം കാണുമ്പോൾ മറ്റൊരു വിഷയത്തിന്റെ രൂപത്തിൽ അത് വീണ്ടും മറ്റൊരു രൂപത്തിൽ കടന്നു വരും. അത് സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ യോഗയെ സംബന്ധിച്ച് ചർച്ച വന്നല്ലോ. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, യോഗ എന്ന് പറയുന്ന സംവിധാനം മാനസികമായ റിലാക്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനം തന്നെയാണ്. പക്ഷേ രാത്രി 10-11 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരുവൻ പിറ്റേ ദിവസം 8 മണിക്കാണ് സ്വാഭാവികമായി അവന്റെ ഡ്യൂട്ടിയെങ്കിൽ യോഗ ചെയ്യാൻ 7 മണിക്ക് വരണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന അസ്വസ്ഥത അത് ചെറുതൊന്നുമല്ല. അതുപോലെ പലപ്പോഴും ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, ഈ സിസ്റ്റത്തിനകത്തെ ചിലർ മാത്രമാണ്, ഓരോ ഹൈറാർക്കി സിസ്റ്റത്തിന്റെ ചിലർ മാത്രം യഥാർത്ഥത്തിൽ യോഗയടക്കം നൽകി അവരുടെ സ്ട്രെസ് കുറച്ച് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരണമെന്ന് പോലീസ് സമൂഹം ആഗ്രഹിക്കുന്നവർ, പക്ഷേ അവർക്കല്ല കുഴപ്പമെന്ന് തെറ്റിദ്ധാരണയിൽ മറ്റുള്ളവർക്ക് യോഗ കൊടുത്ത് നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു പൊതു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതെ, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇനിയും ഒക്കെ ചർച്ച ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിന് പരിഹാരം കാണാതെ ഇങ്ങനെ പോവുകയാണ്. ശ്രീ ഡോക്ടർ സന്തീഷ്, ഇതിന് മനഃശാസ്ത്ര വഴികൾ എന്താണ് മറികടക്കാൻ? വളരെ ചുരുക്കി.
സ്ട്രെസ് മാനേജ്മെന്റ് ആവശ്യമാണ്. നമ്മൾ അതിനകത്ത് ഏറ്റവും 4 കാര്യം പറയുന്നത്: അവോയ്ഡ്, ഓൾട്ടർ, അഡാപ്റ്റ്, അക്സെപ്റ്റ്. അതായത് പോലീസുകാരിൽ തന്നെ പല പല സമ്മർദ്ദങ്ങളുണ്ട്. അപ്പൊ അവരറിയണം അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ഒഴിവാക്കാനുള്ള അവോയ്ഡ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്, അവരത് ചെയ്യേണ്ടതുണ്ട്. 2, ഓൾട്ടർ ചെയ്യുക. ചില കാര്യങ്ങളൊന്ന് മാറി ചിന്തിച്ചാൽ ഒരുപക്ഷെ ശരിയാവാം. ഓക്കെ, ചില നമ്മുടെ ചിന്താരീതികൾ, നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എല്ലാം എനിക്ക് തന്നെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ചിന്താരീതികൾ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ മാറി ചിന്തിക്കാൻ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്, സഹായിച്ചു കൊടുക്കേണ്ടത്. അഡാപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ചില കാര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാൻ അവരെ എക്വിപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് ചില ട്രെയിനിങ്ങുകൾ ആവശ്യമുണ്ട്, സയന്റിഫിക് ആയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ചില ലിമിറ്റേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമ്മൾ പലപ്പോഴും സ്ട്രെസ് കുറയാൻ സഹായിക്കും. അതുപോലെ ടൈം മാനേജ്മെന്റ് ടെക്നിക്ക് ഉണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അത്ര അർജന്റ് അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറി ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ചെയ്ത് തീർക്കുക. അല്ലെങ്കിൽ അർജന്റ് ആണ് പക്ഷെ അത്ര എന്താ പറയാ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യുക, വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുക. പിന്നെ അർജന്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതിന് ഒഴിവാക്കുക. തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവരെ ഒപ്പം നിന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇങ്ങനെയുള്ള ആൾക്കാർ. അതുപോലെ നമ്മളിപ്പോ കൗൺസിലിംഗ് എന്ന് പറയുന്ന സാധനം പൊതുവെ നമ്മൾ ചെയ്യുന്നത് സാധാരണ ജനങ്ങൾക്ക് ചെറിയ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവിടെ കോപ്പിംഗ് സ്ട്രാറ്റജി ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത്. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഉമേഷ്, ശ്രീ ടി കെ രാജ്മോഹൻ, ശ്രീ CR ബിജു, ഡോക്ടർ സന്തീഷ്. ന്യൂസ് ഈവനിംഗ് അവസാനിക്കുന്നു. ഇനി ഇപ്പോൾ കിട്ടിയതുമായി ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.